സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണം. നാരായണ 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 നാരായണം. നാരായണ 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 നാരായണം. നാരായണ 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 നാരായണം. നാരായണ 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 നാരായണം. നാരായണ 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 നാരായണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വഹദാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യൽകൃപാദമഹം വന്ദേ സദ്ഗുരും തം നമാമി. വന്ദേ നന്ദവ്രതസ്ത്രീണാം പാദരേണുമഭീഷ്ണുശകം യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകം വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യത്താൽ അനശ്വരേശ്വസിയും പരമഭാഗവതനുമായ ഭാഗവതഹംസം വള്ളിയൂർ തിരുമേനി അനുസ്മരിച്ച് അർപ്പിക്കുന്നതായ ഈ ഭാഗവതാമൃത സത്രത്തിലെ ഇനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം അജാമിളമോക്ഷമാണ്. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൻ്റെ അവസാനത്തിങ്കൽ നാനാപ്രകാരത്തിലുള്ളതായ നരകയാതനയെക്കുറിച്ചെല്ലാം അങ്ങ് ഉപദേശിച്ചതായ സമയത്ത് പക്ഷിത്തു മഹാരാജാവ് സദ്ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ശിവബ്രഹ്മർഷി ഇത്രയും നേരം ആനന്ദമായിരുന്ന ഭാഗവതം കേൾക്കാനായിട്ട് സാധിച്ചു. ഈ നരകവർണ്ണനയെല്ലാം കേട്ടതായ സമയത്ത് എന്തെന്നില്ലാത്ത വിഷമമുണ്ട്. ചെയ്തു പോകുന്നതായ ചെറിയ ചെറിയ അപരാധങ്ങൾക്ക് പോലും മഹത്തായ ശിക്ഷയാണ്, കഠിനമായ ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ അഗ്നിയിൽ പുകയെന്ന പോലെ കർമ്മത്തിൽ ദോഷം പറ്റുന്നതായി ലോകത്തിന് നാനാവിധ നരകയാതനകളെല്ലാം അനുഭവിക്കാനായിട്ടും കഴിയാവില്ലേ? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഈ കർമ്മപ്രവാഹത്തിൽപ്പെട്ട് ഒഴുകുന്നതായ ജീവന്മാർക്ക് അവരുടെ പാപകർമ്മങ്ങളുടെ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 28 നരകങ്ങളിലും സ്ഥിരമായി വസിക്കാൻ തക്കതായ പാപകർമ്മങ്ങളാണ് ഓരോരുത്തരും ചെയ്തു പോരുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? ഒരിക്കലും നരകം കാണാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ? അതവിടെ നിന്ന് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ശ്രീ ശിവബ്രഹ്മർഷി അരുളി, ഹേ പരിഷിത്തെ, ആരുതിനേലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ വയ്യ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകയെന്നേ. ഒരു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ എങ്ങ് വയ്യ. അന്നേരം പരിഷിത്ത് മഹാരാജാവ് പ്രാർത്ഥിക്കുകയാണ്, അവിടത്തേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഒരു മാർഗം അവിടുന്ന് കൽപ്പിക്കണം. ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാതെ വയ്യ, കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിഴവ് പറ്റാതെ വയ്യ, പിഴവ് പറ്റിക്കഴിഞ്ഞാൽ സ്ഥിരം നരകവാസം എന്നുള്ളത് അത് കഠിനോഠിനോന്നതിലേക്ക് കൂടുതൽ ക്ലേശകരമല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ മോചനം നേടുവാനുള്ളതായ മാർഗത്തെ അവിടുന്ന് കൽപ്പിക്കണമെന്ന് ശ്രീ ശിവബ്രഹ്മർഷി പരിഷിത്തെ, ഓരോരുത്തരും വൈകുന്നേരം കടക്കാൻ പോകുന്ന സമയത്ത് അന്നന്നാൾ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ കണക്കുകളൊക്കെ എടുത്ത് പാപകർമ്മങ്ങൾ എത്രയുണ്ട് വലിയ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് തക്കതായ പ്രായശ്ചിത്തങ്ങളെ ചെയ്യുക. ചെറിയ പാപകർമ്മങ്ങൾക്ക് ചെറിയ പ്രായശ്ചിത്തങ്ങളെ ചെയ്യുക. ഒരു വൈദ്യൻ എങ്ങനെയാണോ ആ രോഗിയുടെ രോഗത്തിനനുസരിച്ച് അതിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് എങ്ങനെ മരുന്ന് കൽപ്പിക്കുന്നത്, അതുപോലെ ചെയ്ത പാപകർമ്മങ്ങളുടെ താരതമ്യം അനുസരിച്ച് തക്കതായ പ്രായശ്ചിത്തങ്ങളെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും സാധിക്കുമെന്ന് പക്ഷിത്തു മഹാരാജാവ് പ്രാർത്ഥിക്കുക. അത് സാധ്യമല്ല ശ്രീ ശിവബ്രഹ്മർഷി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാപകർമ്മങ്ങളെല്ലാം ചെയ്ത് വൈകുന്നേരം അതിന് പ്രായശ്ചിത്തം ചെയ്യുക. പിറ്റേനാൾ കാലത്തായി കഴിഞ്ഞാൽ വീണ്ടും പാപകർമ്മങ്ങളൊക്കെ ആവർത്തിക്കുക.
മന്നേ കുഞ്ചിര ശൗചവൽ, ആനയെ കുളിപ്പിച്ച് കൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും മണ്ണ് വാരി അത് ചളിയിൽ കിടന്ന് കളിക്കുന്ന പോലെയല്ലേ ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം. ഇനി ഒരിക്കലും നരകം കാണാതിരിക്കാൻ എന്നേക്കുമായി ഈ നരകത്തിൽ നിന്ന് മോചനം നേടുവാനുള്ളതായ മാർഗമെന്തോ അതിനെ അവിടെ നിന്ന് ഉപദേശിക്കണമേ എന്ന്. ശ്രീ സുബ്രഹ്മണ്യ അല്ലി പരിശുദ്ധേ, എന്തുകൊണ്ടാണ് ഓരോ ജീവന്മാരും പാപകർമ്മങ്ങൾ ചെയ്യാനിടയാവുന്നത്? അജ്ഞാനത്തിൽ നിന്നാണ് പാപവാസനകളെല്ലാം അങ്ങ് ഉണ്ടാവുന്നത്. നേരായ മാർഗത്തെ അറിയാൻ സാധിക്കാതെ നാനാവിധ പാപകർമ്മങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം കൂപ്പുകുത്തി കഴിയുന്നതായി ജീവന്മാരായതുകൊണ്ട് അതിനുള്ള മോചനമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനത്തെ നശിപ്പിക്കണം. അജ്ഞാനം തീരാൻ ജ്ഞാനം പ്രകാശിക്കണം. പ്രായശ്ചിത്തം വിമർശനം, ജ്ഞാനമാണ് യഥാർത്ഥമായിട്ടുള്ള പ്രായശ്ചിത്തം. ആ ജ്ഞാനം നേടാനായിക്കൊണ്ട് തപസ ബ്രഹ്മചര്യേണ ശമേന ജധമേനജാം, ശമതമാരികളെല്ലാം അങ്ങ് ശീലിച്ചുകൊണ്ട് യമനിമാരികളെല്ലാം അങ്ങ് പാലിച്ചുകൊണ്ട് സാധനാ സമ്പത്തിയോടുകൂടി ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ അജ്ഞാനവാസകളെല്ലാം കാലക്രമേണ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. ഈ പാപപ്രാരബ്ധത്തിൽ നിന്ന് മോചനം നേടാനായിക്കൊണ്ട് സാധിക്കും. അന്നേരം പരിശുദ്ധ മഹാരാജാവ് പ്രാർത്ഥിക്കാം, ശ്രീ സുബ്രഹ്മണ്യ അതും കുറച്ച് കടുപ്പമാണ്. കാറ്റത്തിട്ട് പഞ്ഞിയെ പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്നതായ പ്രാപഞ്ചിക ജീവന്മാർക്ക് ഈ യമനിയമാദികളും ശമതമാദികളെല്ലാം അങ്ങ് ശീലിക്കണമെന്ന് പറയുകയാണെങ്കിൽ എത്ര പേർക്കത് എളുപ്പത്തിൽ ചെയ്യാനെങ്കിലും സാധിക്കും? സാധ്യമല്ല. ഏവർക്കും ഒരുപോലെ സ്വീകാര്യമായിരിക്കുന്ന അക്ലേശ സുന്ദരമായിരിക്കുന്നതായ രാജമാർഗം ഏതോ അതിനിവിടുന്ന് ഉപദേശിക്കണമേ എന്ന്. അന്നേരം ശ്രീ സുബ്രഹ്മണ്യ അല്ലിച്ചാണ് പക്ഷിത്തെ പറഞ്ഞുതരാം, കേൾക്കും. കേജിൽ കേവലയാ ഭക്ത്യാം വാസുദേവപരായണാഹാം. എത്ര തന്നെ പാപപങ്കിലമായ ജീവിതം നയിക്കുന്നതായ ഒരാൾ തന്നെയായാലും സർവേശ്വരനായി ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഭക്തിയോടുകൂടി ഒരു നാമം കീർത്തിക്കാനിടയായാൽ, നാരായണ എന്ന് ജപിക്കാനിടയായി കഴിഞ്ഞാൽ പിന്നെ നരകം കാണേണ്ടതായിട്ട് വരില്ല. എല്ലാവിധ പാപപ്രാരബ്ധങ്ങളിൽ നിന്നും അങ്ങ് മോചനം നേടാനും കൊണ്ട് സാധിക്കും. അത് വ്യക്തമാക്കുന്നതായ ഒരു ഇതിഹാസത്തെ പറഞ്ഞു തരാം. പണ്ട് കാന്യകുജം എന്നു പേരായിരിക്കുന്ന ഒരു പുരത്തിലെ അജാമളൻ എന്നു പേരായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. നല്ല ഉത്തമകുലജാതനായി ബ്രാഹ്മണ കർമ്മങ്ങളോടുകൂടി കഴിയുന്നതായ ആ അജാമളൻ വൃദ്ധരായിരിക്കുന്ന അമ്മയച്ഛന്മാരെല്ലാം വേണ്ടതിൽ പരിചരിച്ച് കാലം കഴിക്കുന്നതായ വേളയിൽ ഒരിക്കൽ ചമതയെല്ലാം ശേഖരിക്കുന്നതിന് വേണ്ടി കാട്ടിലോട്ടങ്ങ് പോയതായ സമയത്ത് അവിടെ മദ്യപിച്ച് മതോന്മത്തിയായി കഴിയുന്ന ഒരു മധുരാക്ഷിയും കാണുവാനിടയായി. ആ മധുരാക്ഷിയെ കണ്ടതായ വേളയിൽ ആ മധുരാക്ഷിയിൽ മനം മയങ്ങി ബ്രാഹ്മണധർമ്മത്തെയെല്ലാം കൈവിടിഞ്ഞ് ആ കുലടയോടൊപ്പം കുടിച്ചു കൂത്താടി കാലം കഴിക്കുവാനും ഇടയായി തീർന്നു. എന്താ, ഗുരുവായൂരപ്പനെ ഭജിക്കാനെ കൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങും ഇങ്ങും നോക്കാൻ ഇടയാവരുത്. ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യാ ദുർഗംബരസ്ഥൽ കവയോ വദന്തി. മൂർച്ചയേറിയ വാൾത്തലപ്പിൻ്റെ മുകളിലൂടെ നടക്കും പോലെയുള്ളതായ അത്രയും ശ്രദ്ധയോടുകൂടി അങ്ങ് ഇരിക്കണം. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ വിഷയങ്ങളുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ അധപ്പതിക്കാൻ ഇടയായിത്തീരുമെന്നതായ തത്വത്തെ അങ്ങ് കാണിക്കുകയാണ്. ഈ അജാമളനാവട്ടെ വൃദ്ധരായ അമ്മയച്ഛന്മാരെല്ലാം മറന്ന് ബ്രാഹ്മണ കർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് ഈ കുലയോടൊപ്പം കുടിച്ച് കൂത്താടി കാലം കഴിക്കുന്നതായ സമയത്ത് 88-ാമത്തെ വയസ്സിൽ 10-ാമത്തൊരു പുത്രൻ ജനിക്കുകയാണ്. എന്തോ പൂർവ്വജന്മാർജിത ഒരു സുഹൃതാതിരേഖത്താൽ കർമാതിരേഖത്താൽ ആ ഉണ്ണിക്ക് നാരായണൻ എന്ന് നാമകരണം ചെയ്യാനിടയായി. 88-ാമത്തെ വയസ്സിൽ ജനിച്ചതായ 10-ാമത്തെ പുത്രനാണ് ഈ ഉണ്ണി എന്നുള്ളതുകൊണ്ട് ഈ നാരായണനോട് എന്തെന്നില്ലാത്ത വാത്സല്യമായിരുന്നു. അങ്ങനെയാണല്ലോ ഈ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് ഈ ഒടുവിലത്തെ ഉണ്ണിയോട് വാത്സല്യം കൂടും. എൻ്റെ അരിമപുത്രനാന്ന് അമ്മമാർ പറയാം. മൂത്ത പുത്രനെ സീമന്തപുത്രൻ എന്ന് പറയും. ഒടുവിലത്തെ കുട്ടിയാണെങ്കിൽ അത് അരിമപുത്രൻ എന്ന് പറയും. എൻ്റെ ഒടുവിലത്തെ മകനാണ്, എൻ്റെ വയറ് കഴുകി വന്ന മകനാണ് എന്നൊക്കെ പറയും. എന്തിട്ടിട്ടാണോ വയറ് കഴുകി ഡെറ്റോൾ ഇട്ടോ ഫിനോയിൽ ഇട്ടോ കഴിയുന്നതെന്ന് പറയുക വയ്യ. എന്നാലും അമ്മമാരുടെ ആ വാത്സല്യം, മാതൃവാത്സല്യത്തിൻ്റെ മഹത്വം, മാധുര്യം ആ വാക്കുകളിൽ ധ്വനിക്കുകയാണ്. ഈ നാരായണൻ അരിമപുത്രനായിരുന്നു എന്നുള്ളതുകൊണ്ട് വാത്സല്യം കൂടുതലായിരുന്നു. എപ്പോഴും ചിന്ത മുഴുവൻ ഈ നാരായണനെക്കുറിച്ച് തന്നെയായിരുന്നു. നാരായണ കഴിച്ചോ, നാരായണ കടന്നോ, നാരായണ വന്നുവോ, നാരായണൻ ഇരിക്കുമോ, നാരായണൻ എവിടെ പോയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നാരായണ ജപിച്ച് നിത്യേന 21,000 നാരായണനാമം കീർത്തിക്കാനിടയായി ഈ അജാമളൻ നാം. അങ്ങനെ ഇരിക്കുകയാണ് ഈ അജാമളൻ പാപപ്രാരബ്ധത്താൽ അന്ത്യശയിൽ കിടപ്പായ സമയത്ത് ഈ അജാമളൻ്റെ പാപജീവനെ യാതനാ ശരീരത്തിൽ കൊണ്ടുപോകുന്നതിനായിക്കൊണ്ട് കാലഭടന്മാരങ്ങ് പ്രത്യക്ഷമായി. ഈ പാപജീവന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് അവസാന നിമിഷത്തിൽ ഈ കാലഭടന്മാരെ കണ്ണുകളെ കൊണ്ടങ്ങ് കാണാനേക്കൊണ്ട് സാധിക്കുമത്രേ. എങ്ങനെയാണ് ഈ കാലഭടന്മാരങ്ങ് വന്നത്? സഭാഷകസ്ഥാൻ ത്രീൻ ദൃഷ്ട്വാ പുരുഷാൻ വൃഷധാരുണാൻ
കയ്യിൽ കാലചക്രവും കാലവാശവും ഏന്തിക്കൊണ്ട് ഉരുട്ടിമിഴിച്ചിരിക്കുന്നതായ കണ്ണുകളോടുകൂടിയും എടുത്തു പിടിച്ചിരിക്കുന്നതായ രോമരാജികളോടുകൂടിയും കറുകറുത്തിരിക്കുന്നതായ സ്വരൂപത്തോടുകൂടിയും ആര് കണ്ടു കഴിഞ്ഞാലും ഭയപ്പെടുന്നതായ ഉഗ്രമൂർത്തികളായിരിക്കുന്നതായ ഈ കാലഭടന്മാരെ കണ്ടതായ സമയത്ത് അജാമളൻ ഭയചകിതനായി തൻ്റെ ഉണ്ണി ഇത് കണ്ട് ഭയപ്പെടുമോ എന്ന് ശങ്കിച്ച് ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം നീ നാരായണ വരൂ എന്നങ്ങ് നീട്ടി വിളിച്ചതായ വേളയിൽ നിശമ്യമേമാണസ്യ ഭ്രവതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. ഹേ മഹാരാജാവേ, നോക്കണേ ഭഗവത് നാമത്തിൻ്റെ ഒരു മഹത്വം. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിൽ വന്നതായ മാത്രയിൽ 4 അക്ഷരങ്ങളും 4 സ്വരൂപം കൊണ്ട പോലെ 4 വിശ്വഭാഷന്മാർക്ക് ചാടി വീഴുകയാണ്. പാപങ്ങളെല്ലാം ചെയ്തു പോയില്ലേ, നരകത്തിൽ പോവേണ്ടി വരില്ലേ, ശങ്കിക്കേണ്ടതായ കാര്യമില്ല. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിലുണ്ടോ, ഭയപ്പെടേണ്ടതില്ല. ആവശ്യമുള്ള സമയത്ത് നാമം തന്നെ നാമസ്വരൂപിയായിരിക്കുന്നതായ അവിടുന്ന് തന്നെ ഓടി എഴുന്നള്ളും അനുഗ്രഹിക്കാനായിക്കൊണ്ട് വിഷ്ണുഭാഷന്മാരാവട്ടെ ആ കാലഭടന്മാരെ പുറംകൈ കൊണ്ടങ്ങ് തള്ളി മാറ്റി. തൊട്ടു പോകരുത്, നിങ്ങൾക്കെന്താ അവകാശം? ഈ അജാമലിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്വല്പം പോലും അവകാശമില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയാണ്. ഈ കാലഭടന്മാരാവട്ടെ ആശ്ചര്യശബ്ദരായി നോക്കി നിൽക്കുകയാണ്. കസ്യവാകുത ആയാതാഹ കസ്മാദസ്യ നിഷേധ. ഞങ്ങൾ ഇന്നവരെ കണ്ടിരിക്കുന്നതെല്ലാം ഞങ്ങളെപ്പോലെയുള്ളതായ ആൾക്കാരെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരാവട്ടെ സർവേ പത്മബലാശാക്ഷാഹ പീതകൗശേയവാസകം പീതാംബരധാരികളായി മനോഹരമായിരിക്കുന്നതായ മണിമയ കുണ്ടലങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് സർവാംഗ സുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം എന്ന് പറയുന്ന പോലെ കണ്ണിന് കർപ്പൂരമായി കമനീകാന്തിയോടുകൂടി കളിയാടുന്നതായി ഇവർ ദേവന്മാരാണോ ആരാണ് അറിയാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. ആശ്ചര്യശബ്ദരായിട്ടങ്ങ് നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷുഭാഷന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എന്തിനാ വന്നിരിക്കുന്നത് എന്ന്. കാലഭടന്മാരെ അറിയിക്കുകയാണ്, ഞങ്ങൾ യമദൂതന്മാരാണ്. ഞങ്ങളുടെ പ്രഭു ധർമ്മദേവൻ കൽപ്പിച്ചതനുസരിച്ച് ഓരോ ജീവന്മാരുടെയും പാപകർമ്മങ്ങൾക്ക് അനുസരിച്ച് തക്കതായ ശിക്ഷയെ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങോട്ട് പോന്നിരിക്കുകയാണ് എന്ന്. ഇത് കേട്ട മാത്രമേ വിഷ്ണുദൂതന്മാർ പറയുക, ഓഹോ നിങ്ങൾ ധർമ്മദേവൻ്റെ ആൾക്കാരാണോ? എങ്കിൽ ചോദിക്കട്ടെ, എന്താണ് ധർമ്മം എന്നുള്ളത്? ധർമ്മത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കിയിട്ടാണോ വന്നിരിക്കുന്നത്, അതോ ഒന്നും മനസ്സിലാക്കാതെ കെട്ടിച്ചുറ്റി പുറപ്പെട്ടു പോകുന്നതാണോ? എന്താ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന്. അന്നേരം ആ കാലഭടന്മാരെ അറിയിക്കുകയാണ്, അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വേദപ്രണഹിതോ ധർമ്മോ ഹ്യധർമ്മസ്ഥൽ വിപര്യേഹം. വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ധാർമ്മികമാണ്. വേദവിരുദ്ധമായിട്ട് അവൈദികമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അധാർമികമാണ്. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദോ നാരായണ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വേദമെന്ന് പറയുന്നത്. ആ വേദങ്ങളിൽ ധാർമ്മികമായ മാർഗത്തിലൂടെ ചരിക്കുന്നതായ ജീവന്മാർ നേരായ മാർഗം ഇതുതാൻ ഇതിനെ സധൈര്യം പാലിൽ പരം കരുണയാൽ അരുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രേയോമാർഗത്തെ പ്രാപിക്കാൻ വേണ്ടതായ മാർഗത്തെയെല്ലാം വ്യക്തമാക്കി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പ്രയോമാർഗത്തിലോട്ട് കൂപ്പൂത്തി പോകുന്നതായ ജീവന്മാരെ, പാപപങ്കിലമായി ജീവിതം നയിക്കുന്നതായ ആൾക്കാരെ അവർക്ക് തക്കതായ ശിക്ഷയെ കൊടുത്ത് അവരെ പരിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന്. അന്നേരം വിഷ്ണുഭാഷന്മാർ ചോദിക്കുക, ആഹാ നിങ്ങളെ സംയമനയിലിരിക്കുന്നതായ ആ ധർമ്മദേവൻ അവിടെ ഇരുന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ കഴിയുന്നതായ ആൾക്കാർ ഏതൊക്കെ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരു കള്ളനും ഞാൻ കള്ളനാണെന്ന് പറയില്ല, ഒരു പാപകർമ്മങ്ങൾ ചെയ്ത ആളും ഞാൻ പാപകർമ്മം ചെയ്തു എന്ന് പറയില്ല. ഓരോരുത്തരും ചെയ്യുന്നതായ കർമ്മങ്ങൾ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെല്ലാം അങ്ങകലയിരിക്കുന്നതായ സംയമനയിലിരിക്കുന്നതായ നിങ്ങളുടെ ധർമ്മദേവനെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുക. അന്നേരം പറയുക, ഓരോരുത്തരും ചെയ്യുന്നതായ കർമ്മങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം നോക്കി നിശ്ചയിക്കാനായിക്കൊണ്ട് ഞങ്ങളുടെ ധർമ്മദേവൻ 11 സാക്ഷികളെ അങ്ങ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യോഗ്നിഘം മരുൽഘാവക സോമസന്ധ്യാഹനീരിശകം കംകുകാലോ ധർമ്മ ഇതി ഹേദേദഹ്യസ്യ സാക്ഷിണ. സൂര്യൻ, അഗ്നി, ആകാശം, വായു, ചന്ദ്രൻ, സന്ധ്യ, രാത്രി, പകല്, ദിക്കുകൾ, ജലം, ഭൂമി, കാലം, ധർമ്മം തുടങ്ങിയിരിക്കുന്നതായ 11 സാക്ഷികളുണ്ട്. ഈ 11 സാക്ഷികളുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരു പാപകർമ്മം ചെയ്യാൻ ഒരാൾക്കങ്ങ് സാധ്യമല്ല. ഓരോരുത്തരും ചെയ്യുന്നതായ പാപകർമ്മങ്ങൾ ഈ സാക്ഷികൾ അവിടെ എത്തിക്കുന്നതനുസരിച്ച് കൃത്യമായിട്ട് അവിടെ ഒരാൾ കണക്കെഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആരാ അവിടെ കൃത്യമായി കണക്കെഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നതായ ആൾ? ചിത്രഗുപ്തൻ. എന്തും ഗോപ്യമായി ചിത്രീകരിക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും നമുക്ക് ആരെങ്കിലും സ്വാധീനിച്ചിട്ട് ആ ഫയലൊന്ന് മാറ്റി എഴുതാം, ഇല്ലെങ്കിൽ ആ പാപകർമ്മങ്ങളൊക്കെ ഇല്ലാതാക്കി തീർക്കാം എന്നൊരിക്കലും കരുതണ്ട. ആരോരും അറിയാതെ ഗോപ്യമായി ചിത്രീകരിക്കുന്ന ആളാണ് ഈ ചിത്രഗുപ്തൻ എന്ന് പറയാം. യമസ്യ കരുണാനാസി. ഈ യമനാണെങ്കിൽ യമഭടന്മാർക്കാണെങ്കിൽ കരുണ എന്നുള്ളത് സ്വല്പം പോലും കണ്ണിലില്ല.
പാപകർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കഠിനമായ ശിക്ഷയെ നൽകുക എന്നുള്ളതാണ് സമ്പ്രദായം. അതുപ്രകാരം ഈ യജാമളൻ്റെ പാപക്കണക്കുകളെ നോക്കുന്നതായ സമയത്ത് ഉത്തമകുലജാതനായി ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ട് വൃദ്ധരായ അമ്മയച്ഛന്മാരെല്ലാം വെടിഞ്ഞ് ബ്രാഹ്മണകർമ്മത്തെ വെടിഞ്ഞ് കാട്ടിലെത്തി കുലടയോടൊപ്പം കുടിച്ചു കൂത്താടി കാലം കഴിക്കുവാൻ ഇടയായി തീർന്നതായി ഇയാൾക്ക് തക്കതായ ശിക്ഷയെ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങോട്ട് പോന്നിരിക്കുന്നത്. അതുപ്രകാരം ഈ അജാമളുടെ യാതന ശരീരത്തെ കൊണ്ടുപോകാനെ കൊണ്ട് അനുവദിക്കണം, ഞങ്ങൾ ആ യാതന ശരീരത്തെയും കൊണ്ടങ്ങ് പോയിക്കൊള്ളട്ടെ എന്ന്. ഇത് കേട്ട മാത്രയിൽ വിഷ്ണുഭാഷന്മാരാവട്ടെ കൈതിട്ട് അങ്ങ് ചിരിക്കുക. കഷ്ടേ കഷ്ടം, അഹോ കഷ്ടം ധർമ്മദശാം അധർമ്മസ്പൃശതേ സ്വഭാം എത്ര അദണ്ഡേഷു അപാപേഷു ദണ്ഡോ യേതൃതേ വൃഥാം. ഈ ധർമ്മത്തെ നാട്ടിൽ നടപ്പാക്കേണ്ടതായ ആൾക്കാർ തന്നെ അധർമ്മം ചെയ്യാൻ ഇടയായി കഴിഞ്ഞാൽ എങ്ങനെ ഈ ലോകത്തിൽ കഴിയാനും കൊണ്ട് സാധിക്കും? രക്ഷിക്കേണ്ട ആൾക്കാരെ ശിക്ഷിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാനും കൊണ്ട് സാധിക്കും? സാധാരണ ഈ നാടൻ പാട്ടുകളൊക്കെ പറയാറുണ്ട്, പെറ്റകുട്ടി പൊട്ടനായ മടിയിൽ വെച്ച് കൊഞ്ച നട്ടകണ്ടം കട്ടവിണ്ട എന്തു ചെയ്യും പഞ്ച എന്ന്. പെറ്റകുട്ടി പൊട്ടനായ മടിയിൽ വെച്ച് കൊഞ്ച. ഈ ചില അമ്മമാർ കുട്ടികളെയൊക്കെ മടിയിലെടുത്ത് വെച്ച് വലിയ കാര്യത്തിൽ ആളിക്കും, നീ ചക്രവർത്തിയാണ് രാജാവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ കുട്ടിക്കറിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം എന്ത് പറഞ്ഞാലും ആ കുട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നട്ടകണ്ടം കട്ടവിണ്ട എന്തു ചെയ്യും പഞ്ച. വയലിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആ വയലിൽ മണ്ണാകെ വറ്റി വരണ്ടു പോയി. ഈ കൃഷിക്ക് വെള്ളവും വളവുമെല്ലാം കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ്. വെള്ളവും വളവും കൊടുക്കാതെ ആ ഭൂമി തന്നെ ആ കൃഷിയെ കൈവിടുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൃഷിക്ക് എങ്ങനെ അവിടെ നിലനിൽക്കാനും കൊണ്ട് സാധിക്കും? അതുപോലെ രക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ രക്ഷിക്കാതെ ശിക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് എങ്ങനെ നിലനിൽക്കാനും കൊണ്ട് സാധിക്കും? നിങ്ങൾ ചെയ്യുന്നത് മഹാപരാധമാണ്, മഹാപാപമാണ്. ഈ അജാമളൻ ഈ ജന്മത്തിലെ പാപത്തിന് മാത്രമല്ല കോടാനുകോടി ജന്മങ്ങളിലെ പാപങ്ങൾക്കെല്ലാം അങ്ങ് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ജന്മഘോട്യം ഹസാമപി, കോടാനുകോടി ജന്മങ്ങൾക്ക് അങ്ങ് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് കേട്ട മാത്രയിൽ ആ കാലഭടന്മാരും ആശ്ചര്യശബ്ദരെ, എന്ത് ഈ അജാമളൻ കോടാനുകോടി ജന്മങ്ങളിലെ പാപങ്ങൾക്കെല്ലാം അങ്ങ് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്നോ? പണ്ടത്തെ കാലഭടന്മാരൊക്കെ വരുന്ന സമയത്ത് ആ കാലഭടന്മാരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? കാലപാശവും കാലദണ്ഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഭടന്മാരാണ് വരുന്നതെങ്കിൽ ഒന്നുകൂടി ഉണ്ടാവും അവരുടെ കയ്യിൽ, എന്ത്, ഒരു മൊബൈൽ ഫോണും കൂടി ഉണ്ടാവും. ഉടനെ ചിത്രഗുപ്തനങ്ങ് വിളിച്ചു ചോദിച്ചു അത്രേ, അതേ ഈ അജാമളൻ പാപകർമ്മങ്ങളൊക്കെ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ശരിയാണോ, എവിടെയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. പണ്ടത്തെ പോലെയല്ല ചിത്രഗുപ്തൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ചിത്രഗുപ്തൻ അവിടെയൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്, ഡിജിറ്റൽ സംയമനീപരിയാക്കിയിട്ടുണ്ട്. ഉടനെ അജാമളമായി ഡോക്യുമെൻറ്റ്സ് ചെന്നു അജാമളൻ എന്നുള്ള ഫയലങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കി, ഏതെങ്കിലും പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കി, ഒന്നും കണ്ടില്ല. ഉടനെ പറഞ്ഞു, അത് തൽപര കക്ഷികളുടെ കുപ്രചരണമാണ്, അങ്ങനെ നമ്മുടെ ഉണ്ടായിട്ടില്ല, ആരാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നെല്ലാം ചോദിക്കുക. കാലഭടന്മാരങ്ങ് അറിയിക്കുകയാണ്, ഏത് പ്രായശ്ചിത്തമാണ് എപ്പോഴാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കറിയാനെങ്കിലും സാധിച്ചിട്ടില്ലല്ലോ, ഇയാൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഇടയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതായ സമയത്ത് വിഷ്ണുഭാഷന്മാരറിയിക്കുകയാണ്, യൽ വ്യാജഹാര വിവശോ നാമസ്വസ്തേനം ഹരേഹം. ജഗന്മംഗളകരമായിരിക്കുന്നതായ ഭഗവാന്റെ തിരുനാമത്തെയാണ് ഈ അജാമളൻ കീർത്തിക്കാനിടയായിരിക്കുന്നത്. എങ്ങനെയുള്ളതായ നാമം? നാമസ്വസ്തേനം ഹരേഹ. സകല മംഗളകർമ്മങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. മധുരമധുരമേതൽ മംഗളം മംഗളാനാം നിഖില നിഗമവല്ലി സൽഫലം ചിൽസ്വരൂപം. ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് മാധുര്യമുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ളതാണ്. പാൽപായസം ത്രിമധുരം സുഖിയൻ ജിലേബി കൽക്കണ്ടം അപ്പം. ശോഭമയ്ക്ക് എപ്പോഴേ നാവെന്ന് എനിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് സ്വാമി പറഞ്ഞതൊക്കെ പറഞ്ഞാൽ നാവിൽ വെള്ളം വരാതിരിക്കുമോ ഇല്ലേ? അങ്ങനെ നാവിൽ മാധുര്യമോറുന്നതായ സ്വാദിഷ്ട പദാർത്ഥങ്ങളെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ അതിനേക്കാൾ മാധുര്യമുള്ളതാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. പാൽപായസം ത്രിമധുരം സുഖിയൻ ജിലേബി കൽക്കണ്ടം അപ്പം അവിൽ പാൽ പ്രഥമൻ തുടങ്ങി സ്വാദുള്ള ഭോജ്യം ഒരുപാട് ഭുജിച്ച നാവേ നാലിറ്റു നാമസുധ നക്കി നുണച്ചു നോക്കൂ. ഭഗവത് നാമത്തിൻ്റെ മാധുര്യം പറഞ്ഞറിയിക്കാനും കൊണ്ട് സാധ്യമല്ല, എത്ര അനുഭവിച്ചാലും അങ്ങ് മതിയാവുകയില്ല. ഓഹോ, അങ്ങനെ അത്രയും മാധുര്യമുള്ളതാണ് ഭഗവാന്റെ നാമം എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങൾ എത്രയോ കാലമായി നാമം ചോദിക്കാൻ തുടങ്ങി, ഋഷികാലമായി ഞങ്ങൾ നാമം ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ട്, പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ അനുഭവിക്കാനും കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ. ഈ പാൽപ്പായസമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൂപ്പനും കൊച്ചുമോനും കൂടി ഇരുന്ന് മത്സരിച്ചും കഴിക്കും. അങ്ങനെയാണല്ലോ സാധാരണ പതിവൊക്കെ. അപ്പോൾ പാൽപ്പായസം കുടിക്കുന്ന സമയത്ത് അസലായിട്ടുണ്ട്, ഗംഭീരമുണ്ടെന്നത്, പായസം കേമായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വളരെ മാധുര്യത്തോടും കഴിക്കും.
നാമം ജപിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ കേമായിട്ട് അസലായിട്ട് കേട്ടോ നാരായണ എന്തൊരു മാധുര്യം, നാരായണ നാരായണ നാരായണ, അങ്ങനെ ആരെങ്കിലും ജപിക്കാറുണ്ടോ? അങ്ങനെ ആരും നാമത്തിൻ്റെ മാധുര്യം അനുഭവിക്കാറില്ലല്ലോ. എന്നാണെങ്കിൽ തിരുനാമത്തിൻ്റെ മാധുര്യം ഇല്ലായകയല്ല, പക്ഷേ അത് അനുഭവിക്കാനുള്ളതായ അർഹതയില്ലാത്തത് കൊണ്ടാണ്. പനി പിടിച്ചിരിക്കുന്നതായ ഒരാൾക്ക് മധുരമുള്ള ചായയോ കാപ്പിയോ കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്പായിട്ടാണ് അനുഭവപ്പെടുക. ചായയ്ക്ക് കാപ്പിക്ക് മധുരം ഇല്ലായകയല്ല, പനിയാണ് അതിന് കാരണം. അതുപോലെ ഉള്ളിൽ വിഷയപ്പനി ഉള്ളതായ ആൾക്കാർക്ക് ഭഗവത് നാമത്തിൻ്റെ മാധുര്യം നുകരാനെങ്കിലും സാധ്യമല്ല. പരിശുദ്ധാന്തകരന്മാരായിരിക്കുന്നതായ പരമഭാഗവതന്മാർ വാൽമീകി ദേവമുനികാകമുസുണ്ടി തൊട്ട നാമാമൃതാസ്വരസമുണ്ട മഹാജനങ്ങൾ പ്രാർത്ഥിച്ചിടുന്നു പലവട്ടമതാസ്വദിക്കാൻ 100,000 രസന കിട്ടണമെന്നു മാത്രം. പരമഭാഗവതന്മാരായിരിക്കുന്ന ശ്രീനാഥ മഹർഷിയെ പോലെയുള്ളതായ പരമഭാഗവതന്മാർ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമം ജപിച്ച് മതിയായിട്ടില്ല. നാമം ജപിക്കാൻ 100,000 ജന്മങ്ങൾ കിട്ടിയാലും പോരാ, നാമം ജപിക്കാൻ അനുഗ്രഹിക്കണേ. ഇതിൽ പരൊരു മഹാഭാഗ്യം വേറെയില്ല. എത്ര അനുഭവിച്ചാലും മതിയാവാത്തതാണ് ഭഗവത് നാമത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത്. വേദാന്തഗോക്കളുടെ ദിവ്യ പയസ്സുകൊണ്ടോ യോഗീശ്വരൻ്റെ ഹൃദയാംബുജമാധി കൊണ്ടോ പ്രേമാഭ്യുതൻ സുരുചിരാമൃതധാര കൊണ്ടോ നിർമ്മിച്ചതീ മധുരനാമമറിഞ്ഞുകൂടാം. ഏതൊരു ദിവ്യവസ്തുവിനെ കൊണ്ടാണ് ഈ ഭഗവത് നാമത്തെ നിർമ്മിച്ചിരിക്കുന്നത് പറയാനെ കൊണ്ട് വയ്യ. അത്രയും മാധുര്യമുള്ളതാണ് ഭഗവാന്റെ നാമം. മംഗളം മംഗളാനാം, സകലവിധ മംഗളകർമ്മങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. ഏത് യജ്ഞം ആരംഭിക്കുന്നതായ സമയത്തും ഏത് പ്രവൃത്തി തുടങ്ങുന്ന സമയത്തും നല്ല നേരവും കാലവും ദേശം കാലം കർത്താവ് ഇതെല്ലാം നോക്കി വേണം കർമ്മം ചെയ്യാൻ എന്നെല്ലാം പറയും. കർമ്മം എന്നുള്ളത് സാപേക്ഷികമാണ്, പല ഘടകങ്ങളുണ്ട്. ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അങ്ങനെ എല്ലാം നോക്കി ചെയ്യാനെ കൊണ്ട് എല്ലായ്പ്പോഴും പറ്റുമോ? പലപ്പോഴും വീഴ്ചയ്ക്ക് പറ്റുമല്ലോ എന്നാണെങ്കിൽ ഒന്നും ശങ്കിക്കേണ്ടതില്ല. നാരായണ എന്ന് കീർത്തിച്ചുകൊള്ളൂ. ഏത് പ്രവൃത്തി ആരംഭിക്കുന്നതായ സമയത്ത് നാമം ജപിച്ചുകൊണ്ടാണോ ആരംഭിക്കുന്നത് അത് മംഗളകരമായി തീരും. സകല മംഗളകർമ്മങ്ങൾക്കും മംഗളത്തെ കൊടുക്കുന്നതായ പരമമംഗളമായിരിക്കുന്നതായ കർമ്മമാണ് ഭഗവത് നാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. നാമം കൊണ്ട് നേടാൻ വയ്യാത്തതായിട്ടൊന്നും തന്നെയില്ല. സർവരോഗോപശമനം സർവോപദ്രവനാശനം ശാന്തിരം സർവരിഷ്ഠാനാം ഹരേർനാമാനുകീർത്തനം. ഭഗവത് നാമത്തെ കൊണ്ട് തീർക്കാൻ പറ്റാത്തതായി രോഗമില്ല. എന്നെല്ലാം കഷ്ടകാലങ്ങളെ 7 ശനിയാണ്, കണ്ടകശനിയാണ്, കാലം പഴച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എവിടെയും ഓടി വലയേണ്ടതായ കാര്യമില്ല. ഭഗവാന്റെ തിരുനാമം കീർത്തിക്കുന്നുണ്ടോ കഷ്ടകാലം നല്ല കാലമായിട്ട് അങ്ങ് തീരുകയായി. ഏത് ആപത്ത് വന്നാലും ആപൽബാന്ധവനായിരിക്കുന്നതായി ഗുരുവായൂരപ്പൻ എഴുന്നള്ളി കാത്തുരക്ഷിക്കും. നാമം നാവിൽ വരെ മാത്രമേ വേണ്ടൂ. നാമം ഒരുത്തൻ്റെ മൂർധാവിൽ കൈവച്ചാൽ ബ്രഹ്മലിഖിതങ്ങൾ മാഞ്ഞിടുന്നു. എത്ര വലിയ പാപ പ്രാരബ്ധം തന്നെയായാലും അതിനെല്ലാം തീർക്കാൻ തക്കതായ ശേഷിയുണ്ട് ഭഗവത് നാമത്തിന്. അത്രയും മംഗളകരമായിരിക്കുന്നതായ തിരുനാമം. മംഗളം മംഗളാനാം നിഖില നിഗമവല്ലി സത്ഫലം ചിൽസ്വരൂപം. സകല വേദങ്ങളുടെയും സത്തായ ഫലമാണ്, ചിൽസ്വരൂപമാണ്. ഈ ലോകത്തുള്ളതായ മറ്റ് ശബ്ദങ്ങളൊക്കെ ആവട്ടെ അതൊക്കെ ജഡശബ്ദങ്ങളാണ്, ലൗകിക ശബ്ദങ്ങൾ. ഭഗവത് നാമമാവട്ടെ അത് ചൈതന്യ സ്വരൂപമാണ്, ചൈതന്യവത്താണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. അത്രയും ചൈതന്യവത്തായിരിക്കുന്നതായി തിരുനാമത്തെ എങ്ങനെയാണ് ഈ അജാവളം കീർത്തിച്ചിരിക്കുന്നത്? യൽ വ്യാജഹാര വിവശനായി പരവശനായിട്ടാണ് തിരുനാമത്തെ കീർത്തിക്കാനിടയായിരിക്കുന്നത്. നമ്മൾക്ക് സാധാരണ നാമം ചോദിക്കാനെ കൊണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം, വേണ്ടത്ര ശ്രദ്ധയും ഭക്തിയൊന്നും ഉണ്ടാവില്ല. ആർക്കെങ്ങാനും വേണ്ടി അവജ്ഞയോടുകൂടി അവഗണനയോടുകൂടി അശ്രദ്ധയോടുകൂടിയിട്ടൊക്കെ ആയിരിക്കും സാധാരണ നാമം ചോദിക്കാം. ഈ പാലക്കാടൻകാരെക്കുറിച്ച് പറയാറുണ്ട്. പാലക്കാട്ടുകാർ എങ്ങനെയാണ് അത്രയും നാമം ചോദിക്കുക? സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ഈ പാലക്കാടുള്ള മുത്തശ്ശിമാരൊക്കെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് കാലം നീട്ടിയിരിക്കും. ആ കാലൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് നാരായണ 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 പിന്നിലത്തെ വാതിലടച്ചു നോക്കുക, നാരായണ നാരായണ നാരായണ. പുറത്തു പോയ പിള്ളേർ വന്നിട്ടേ ഇല്ല. ഇനി എത്ര നേരം കാത്തിരിക്കണം, നാരായണ നാരായണ നാരായണ. ഇനി ആ മോഹൻലാലിൻ്റെ സിനിമ കഴിഞ്ഞോ, എത്ര മണിക്കാണ് തുടങ്ങുക, നാരായണ നാരായണ നാരായണ. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അത്യാവശ്യം കുറച്ച് നാമം ചോദിച്ചു എന്ന് വരും. വേണ്ടത്ര ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളൊരു ആപത്തിൽപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സങ്ങ് ആക്സിഡൻ്റ് ആയി ചോദിക്കുക, എൻ്റെ ഗുരുവായൂരപ്പാന്നങ്ങ് ശംഖ് പൊട്ടിയങ്ങ് വിളിക്കും. ആപത്തിൽപ്പെടുന്നതായ സമയത്താണ് ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് വിളിയങ്ങ് മുഴങ്ങാൻ അടിയായി തീരുക. ഈ അജാമിലാവട്ടെ ഇതാ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിവശനായി പരവശനായിട്ടാണ് ഭഗവാന്റെ തിരുനാമത്തെ കീർത്തിച്ചിരിക്കുന്നത്. അതും എങ്ങനെ? യഥാ നാരായണായേരി ജഗാത ചതുരക്ഷരം. നാരായണ എന്നുള്ളതായി 4 അക്ഷരവും വ്യക്തമായിട്ടങ്ങ് ഉരിയാടാൻ ഇടയായിരിക്കുന്നു. ചില ആൾക്കാർ ഭഗവത് നാമം കുട്ടികൾക്ക് പേരിട്ട് കഴിഞ്ഞാലും ആ നാമം മുഴുവൻ വിളിക്കില്ല. പാർവതി എന്ന് പേരിട്ടാലും എന്തേ വിളിക്കുള്ളൂ? പാറു എന്നേ വിളിക്കുള്ളൂ. നല്ല ശീലമുണ്ട് അതൊക്കെ, അങ്ങനെയുള്ളതൊക്കെ. നാരായണൻ എന്ന് പേരിട്ടാലും
നാണോ എന്ന് വിളിക്കും ഇല്ലേ? ശങ്കരൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ശംഖോ എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെയാ. നീ അങ്ങനെ ആണെങ്കിൽ പോലും നാമാക്ഷരങ്ങൾ നാവിൽ വന്നു കഴിഞ്ഞാൽ അതിന് പാപദാഹ ശക്തിയുണ്ട് എന്നുള്ളതാണ്. എന്നിരിക്കെ ജഗാത ചതുരക്ഷരം 4 അക്ഷരങ്ങളും വ്യക്തമായിട്ട് ഈ അജാമളൻ ഉച്ചരിക്കാൻ ഇടയായിരിക്കുക. അതുകൊണ്ട് എല്ലാ പാപകർമ്മങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്തു എന്ന കാര്യത്തിൽ സ്വല്പം പോലും ശങ്കിക്കേണ്ടതായ കാര്യമില്ല എന്ന്. ഇത് കേട്ട സമയത്ത് കാലഭടന്മാരങ്ങ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്താ കരുതിയത്? ഈ അജാമളൻ നാരായണാന്നോ ജപിച്ചത് കൊണ്ട് ആ 4 അക്ഷരം നാവിൽ വന്നതുകൊണ്ട് എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി കഴിഞ്ഞു എന്നോ? നിങ്ങൾ കരുതും പോലെ ഈ അജാമളൻ സാധാരണ പാപിയല്ല. ഈ പാപികളിൽ തന്നെ രണ്ട് വിഭാഗം പാപികളുണ്ട്. സാധാ പാപി, മഹാപാപി എന്ന് പറയും. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാ റോസ്റ്റ്, സ്പെഷ്യൽ റോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സാധാ പാപി, മഹാപാപി. അതിലാരാ മഹാപാപി? സേനസുരാവോ മിത്രദു ബ്രഹ്മഹാ ഗുരുതൽപേഹം. ഈ മത്സ്യമാംസാദികളെ കഴിക്കുന്നതായ ആൾക്കാർ, സ്വർണ്ണം മോഷ്ടിക്കുന്ന ആൾക്കാർ, ഗുരുപത്നിയെ ഭാര്യയാക്കുന്ന ആൾക്കാർ, ഇവരായിട്ട് കൂട്ടുകൂടുന്നതായ ആൾക്കാർ, ഇവരെല്ലാം മഹാപാപികളുടെ ഗണത്തിൽപ്പെട്ടതാ. അങ്ങനെ മഹാപാപിയായിരിക്കുന്നതായ ആളാണ് ഈ അജാമളൻ. ആ മഹാപാപിയുടെ പാപങ്ങളെല്ലാം എങ്ങനെ ഈ നാരായണ ജപിച്ചുകൊണ്ട് മാത്രം അങ്ങ് തീരാനങ്ങടയായി തീരും? ഇത് കേട്ട മാത്രയിൽ വിഷ്ണുഭാഷന്മാരങ്ങ് അറിയിക്കുകയാണ്. എന്താ പറഞ്ഞത്? നാരായണ ജപിച്ചു കഴിഞ്ഞാൽ മഹാപാപങ്ങൾ തീരില്ല എന്നോ? സർവേഷാമപ്യഗവതാം ഇതമേവ സുനിഷ്കൃതം. ഇനി ഇന്ന പാപത്തിന് എന്നുള്ളതില്ല. എത്ര വലിയ ഘോര മഹാപാപങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം ഉള്ളതായ ഏക പ്രായശ്ചിത്തം ഭഗവത് നാമ സങ്കീർത്തനം മാത്രമാണ്. ഭഗവത് നാമം കൊണ്ട് തീർക്കാൻ വയ്യാത്തതായൊരു പാപം ചെയ്യാനെ കൊണ്ട് ഒരു മഹാപാപിയാലും അങ്ങ് സാധ്യമല്ല. എത്ര കോടാനുകോടി ജന്മങ്ങൾ ചെയ്തതായ പ്രാരബ്ധങ്ങൾ സഞ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തീർക്കാനെ കൊണ്ട് സാധിക്കും ഭഗവത് നാമത്തെ കീർത്തിക്കുന്നത് കൊണ്ട്. പരംപൂജനീയ തിരുനാമാചാര്യൻ ഒരു കഥയാറിൽ ചെയ്യാറുണ്ട്. ഒരിക്കൽ വില്യമംഗലത്തിൻ്റെ കാലത്ത് ഒരു ഭക്തൻ വയറുവേദന സഹിക്കുക വയ്യാതെ സ്വാമിയാരോട് സങ്കടം അറിയിച്ചു. സ്വാമിയാർക്ക് പൂജ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ. എൻ്റെ സങ്കടം ഒന്ന് ഭഗവാന്റെ അടുത്തങ്ങ് ഉണർത്തിക്കണം. പല വൈദ്യങ്ങളും നോക്കി ചികിത്സിച്ച് നോക്കി കലശലായിട്ടുള്ള വയറുവേദനയാണ്, സഹിക്കാനെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രാണൻ പടഞ്ഞുകൊണ്ടാ കണ്ണീര് കുടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. നാമം ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ വയറുവേദന കൊണ്ട് ഭഗവാന്റെ അടുത്ത് എൻ്റെ സങ്കടം ഒന്ന് ഉണർത്തിക്കണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അന്നേരം വില്യമംഗലം ആവട്ടെ, മഹാത്മാക്കൾ വെണ്ണ പോലെ ഉരുകുന്ന ഹൃദയത്തിൻ്റെ മഹത്വത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. പരസുഖമേ സുഖമെനിക്കു നീതം പരദുഃഖം ദുഃഖം, വേറൊരാളുടെ ദുഃഖം തന്നെ ദുഃഖമായി കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ ആ മഹാത്മാക്കൾ. ഭഗവാൻ പൂജ സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായ സമയത്ത് സ്വാമിയാർ ഭഗവാനോടങ്ങ് ഉണർത്തിക്കുകയാണ്. ഒരു ഭക്തൻ സങ്കടം ഉണർത്തിച്ചിട്ട് ഭഗവാനെ കലശലായിട്ടുള്ള വയറുവേദന കൊണ്ട് ക്ലേശിച്ച് കഴിയാണ്. അവിടത്തോട് അത് ഉണർത്തിക്കാൻ ഇളവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന്. അന്നേരം ഭഗവാൻ കൽപ്പിക്കുകയാണ്, അയാൾക്ക് ഈ ജന്മമല്ല 7 ജന്മം ഇത് അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ട്, പാപപ്രാരബ്ധമുണ്ട്. അതാണ് ഇങ്ങനെ അനുഭവിക്കാൻ കാരണമെന്ന്. ഇത് കേട്ട മാത്രയിൽ സ്വാമിയാർ ആ ഭക്തനോട് ചെന്ന് അറിയിച്ചു, 7 ജന്മം നിങ്ങൾക്ക് ഈ പാപപ്രാരബ്ധം അനുഭവിക്കാനെ കൊണ്ടുണ്ട് എന്ന്. ഇത് കേട്ട മാത്രയിൽ ആ ഭക്തനാവട്ടെ പൊട്ടിക്കരഞ്ഞു, കണ്ണീര് വാർത്തുകൊണ്ടങ്ങ് പ്രദർശനം വയ്ക്കുകയാണ്. വേറെ ആരും രക്ഷയില്ല, എൻ്റെ ഗുരുവായൂരപ്പൻ മാത്രമാണ് എനിക്കൊരു ഗതി എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെങ്കിൽ എത്തിയതായ സമയത്ത് ഈ ജന്മത്തിൽ മാത്രമല്ല 7 ജന്മത്തിൽ അനുഭവിക്കാറുണ്ടത് ഗുരുവായൂരപ്പൻ കൽപ്പിക്കുകയാണോ? അവിടുന്ന് പോലും കൈവെടിഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടൊരു ഗതി, എൻ്റെ ഗുരുവായൂരപ്പൻ പോലും എന്നെ കൈവെടിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കണ്ണീര് വാർത്തുകൊണ്ട് പ്രദർശനം വയ്ക്കുകയാണ്. അങ്ങനെ പ്രദർശനം വയ്ക്കുന്നതായ സമയത്താണ് കുറൂരമ്മയെ കണ്ടു. പരമഭാഗതയായ കുറൂരമ്മ, നീ എന്താ അങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. 7 ജന്മം എനിക്ക് വയറുവേദന അനുഭവിക്കണമെന്നാണ് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ പോലും എന്നെ കൈവെടിഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയട്ടെ എൻ്റെ സങ്കടം എന്നങ്ങ് അറിയിക്കുകയാണ്. അന്നേരം കുറൂരവും പറഞ്ഞു, നീ വിഷമിക്കണ്ട, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണപേക്ഷയാൽ നശന്തി സകലാരോഗാൻ സത്യം സത്യം വദാമ്യഹം. എത്ര തന്നെ പാപപ്രാരബ്ധങ്ങൾ ജന്മജന്മാന്തരങ്ങളെ അനുഭവിക്കാറുണ്ടെങ്കിലും ഭഗവാന്റെ തിരുനാമം നാരായണ എന്ന് നാവിൽ പ്രകാശിക്കുന്നുണ്ടോ, ഏത് പാപപ്രാരബ്ധത്തെയും മറികടക്കാനായിട്ട് സാധിക്കും. നാമം ചോദിച്ചോളൂ, ഭഗവാൻ കൈവിടിയില്ല എന്നങ്ങ് ഉപദേശിക്കുകയാണ്. ഇത് കേട്ട മാത്രമേ നിഷ്ഠയോടുകൂടി നാമം ചോദിക്കാനായിട്ട് തുടങ്ങി. ഓരോ നാമം ചോദിക്കുന്നതോറും വയറുവേദനയും കുറയാൻ തുടങ്ങി, മനസ്സിൻ്റെ ക്ഷീണം അങ്ങ് മാറാൻ തുടങ്ങി, കൂടുതൽ ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയെല്ലാം അങ്ങ് അനുഭവിക്കാനിടയായി. ആനന്ദമത്തനെ കൊണ്ടൊക്കെ പ്രദർശനം വയ്ക്കുകയാണ്. അന്നേരം സ്വാമിയാർ കണ്ടു, നിൻ്റെ വയറുവേദനയൊക്കെ മാറിയോ, നീ ആനന്ദത്തോടുകൂടി പ്രദർശനമൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അന്നേരം ഭക്തരെ അറിയിക്കുക, സ്വാമിയാരെ ഈ ലോകത്തിൽ ആരും നുണ പറയരുത്, പ്രത്യേകിച്ച് സ്വാമിമാർ നുണ പറയരുത്. 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ കുറൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നാമം ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ വയറുവേദനയൊക്കെ പൂർണ്ണമായിട്ടൊക്കെ ഭേദമായിരുന്നു. ഇത് കേട്ട ഉടനെ സ്വാമിയാർക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി. ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്നങ്ങ് പൊട്ടിക്കരിയാണ്. ഭഗവാൻ ചോദിക്കാത്രേ, എന്താ സ്വാമിയാരെ ഇങ്ങനെ കരയുന്നത് എന്ന്.
ഭഗവാനെ അവിടുന്ന് കരയിച്ചാൽ കരിയല്ലേ നിവൃത്തിയുള്ളൂ, അവിടുന്നല്ലേ കൽപ്പിച്ചത് 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈളവൻ അറിയിച്ചു. ഇന്നെന്താ അയാളുടെ വയറുവേദനയ്ക്ക് മാറി അയാൾ പ്രദർശനം വയ്ക്കുന്ന കാഴ്ചയെ കാണുന്നത്. ഈളവൻ നുണ പറഞ്ഞു എന്നായി തീർന്നില്ലേ ഭഗവാനെ എന്ന് പറയാം. അന്നേരം ഭഗവാൻ കൽപ്പിക്കാത്രേ, സ്വാമിയാരെ ഞാൻ പറഞ്ഞത് സത്യമാണ് സ്വാമിയാരെ, 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടായെന്നുള്ളത് സത്യമാണ്. പക്ഷേ നാമം ചോദിച്ചാൽ മാറില്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടെങ്കിലും അതെല്ലാം ഭഗവാന്റെ തിരുനാമം നാരായണ എന്ന് കീർത്തിക്കാനിടയായി കഴിഞ്ഞാൽ ആ പാപപ്രാരബ്ധമെല്ലാം തീർക്കാനെ കൊണ്ട് സാധിക്കും. സങ്കീർത്തന ഭക്തിയുടെ പ്രചാരകലും പരമാരാധ്യനുമായിരിക്കുന്നതായി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യൻ ഹരിദാസ് സ്വാമികൾ ഭഗവത് നാമത്തെ കീർത്തിച്ചുകൊണ്ട് നാമവും നാമിയും രണ്ടല്ല എന്ന് സ്വാനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചതായ മഹാത്മാവ് അദ്ദേഹം അരുളി ചെയ്യുന്നു. യൽ ബ്രഹ്മസാക്ഷാത്കൃതി നിഷ്ഠയാവൈ വിനാശമായാതെ വിനാദിഭോഗൈഹിം. ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ടുപോലും തീരാത്തതായ ഒരു മഹാപാപം. എത്ര തന്നെ പാപപ്രാരബ്ധങ്ങൾ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഭഗവത് നാമം നാവൽ വന്നു കഴിഞ്ഞാൽ അതിന് മുഴുവൻ തീർക്കാൻ തക്കതായ ശേഷിയുണ്ട് ഭഗവത് നാമത്തിന്. പ്രാരബ്ധകർമ്മേതി വിരോധി വേദ, സർവ്വശാസ്ത്രങ്ങൾ സമുദ്ഘോഷിക്കുന്നതായ ശാസ്ത്രസാരമാണ്. ഭഗവത് നാമം നാവൽ വന്നു കഴിഞ്ഞാൽ പാപപ്രാരബ്ധം എത്ര അനുഭവിച്ചാലും തീരാത്തതായ പാപപ്രാരബ്ധം മുഴുവൻ അത് തീർക്കാനും കൊണ്ട് സാധിക്കും. എന്നാലേ അങ്ങനെ പാപപ്രാരബ്ധമൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ അത്ര ശ്രദ്ധയും ഭക്തിയോടുകൂടിയിട്ടൊക്കെ ജപിച്ചാലല്ലേ സാധിക്കും. ഇതിപ്പോൾ ആർക്കെങ്ങാനും വേണ്ടി കടം കഴിക്കുന്ന പോലെയൊക്കെ ഇനി എത്ര മണിക്കാണോ അത് കഴിയത് കഴിഞ്ഞു പോയിട്ട് വേണം, ഒരുപാട് പണികളും പരിപാടികളൊക്കെ ഉണ്ട് എന്ന നിലയ്ക്ക് അലക്ഷ്യമായിട്ടിരിക്കുന്നതായ ആൾക്കാർക്ക് എങ്ങനെ ഈ പാപപ്രാരബ്ധത്തെല്ലാം തീർക്കാനും കൊണ്ട് സാധിക്കുമെന്നാണെങ്കിൽ അത് സ്വല്പം പോലും ശങ്കിക്കേണ്ടതില്ല. യഥാ ഹരേർ നാമപദൈരുദാഹൃതൈ, ഭഗവാന്റെ നാമാക്ഷരങ്ങൾ നാവിൽ വന്നാൽ മതി. ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് തന്നെയാണ് നാമം ചോദിക്കേണ്ടത്. അഥവാ അങ്ങനെ അല്ല എന്ന് വരികിലും ഭഗവത് നാമത്തിന് വാസ്തുശക്തി ഉള്ളതാണ്. ഭഗവത് നാമ ബോധേന്ദ്ര സരസ്വതി സ്വാമികൾ എന്നതായ ഒരു മഹാത്മാവ്, കാഞ്ചി ശങ്കരാചാര്യ പരമ്പരയിലെ സാക്ഷാത്കാര സിദ്ധനായിരിക്കുന്നൊരു മഹാത്മാവ്, തത്രോപായ സഹസ്രാണം, ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായി കൊണ്ടെന്ന് നമ്മളുടെ ശാസ്ത്രങ്ങൾ അനുശാസിച്ചിട്ടുള്ളതിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് മകുടമണിയായി ശോഭിക്കുന്നതായ ധർമ്മം ഭഗവത് നാമ സങ്കീർത്തനം മാത്രമാണ് എന്ന് പറയല്ല, പ്രാവർത്തികമാക്കി നമ്മൾക്ക് അനുഭവപ്പെടുത്തി തന്നതായ ഒരു മഹാത്മാവ്. അദ്ദേഹം ഭഗവത് നാമ കൗമുദി എന്നതായ ഗ്രന്ഥം എഴുതി. ഭഗവത് നാമ കൗമുദിയിലെ അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ അദ്ദേഹം വിചാരം ചെയ്യുന്നുണ്ട്. ഈ നാമാക്ഷരങ്ങൾക്ക് ഇത്രയും ശക്തി വരുന്നത് ഇത് ബീജാക്ഷരങ്ങളെ ചേർക്കുന്നത് കൊണ്ടാണോ, അഥവാ പ്രണവം ചേർത്ത് ജപിച്ചാൽ മാത്രമാണോ? ഓം നമോ നാരായണായ ജപിക്കണോ, അതോ നാരായണ മാത്രം ജപിച്ചാൽ മതിയോ? എങ്ങനെ ജപിച്ചാലാ കൂടുതൽ ശക്തി ഉണ്ടാവുക എന്നെല്ലാം വിചാരം ചെയ്യുന്നതായ വേളയിൽ അദ്ദേഹം അരുളി ചെയ്യുകയാണ്, ഭഗവത് നാമാക്ഷരങ്ങൾ വേറൊന്നിൻ്റെയും ചേർച്ചയില്ലാതെ തന്നെ അത് വാസ്തുശക്തി ഉള്ളതാണ്. മറ്റുള്ള ധർമ്മങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം സാപേക്ഷികമാണെങ്കിൽ ഭഗവത് നാമ സങ്കീർത്തനം അത് നിരപേക്ഷമാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മയജ്ഞം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭഗവത് നാമത്തെ കീർത്തിക്കുന്നതായ ഒരാൾ ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല പാപം ചെയ്യാനുള്ളതായ വാസനകളെ പോലും വേരോടുകൂടി അങ്ങ് നശിപ്പിക്കാൻ ഇടയായിത്തീരുന്നു. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാമൃതാദയ പുനന്തി പാപം നുനന്തി വാസനാം ആനന്ദ സേവാതുനഗ്രന്ഥിധ്വയേ. രണ്ടിനെയും ഒരുപോലെ നശിപ്പിക്കാൻ ഭഗവത് നാമ സങ്കീർത്തനം കൊണ്ട് സാധിക്കുന്ന പോലെ വേറൊരു മാർഗത്തെ കൊണ്ട് സാധ്യമല്ല. അത് ഈ അജാമലനാവട്ടെ രസോ ഭഗവത് നാമം മ്രിയമാണ സമഗ്രഹിയിൽ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. അവസാന സമയത്ത് നാമം നാവിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്നതായൊരു യോഗമല്ല, ഒരു ഭാഗ്യമല്ല. ഒരു ദിക്കിൽ ചെന്ന് ഭഗവത് നാമത്തിൻ്റെ മഹത്വം അല്ല അങ്ങനെ പറഞ്ഞതായ സമയത്ത് അവിടെ മദ്യപാനിയായിരിക്കുന്ന ഒരാളെ കുറച്ച് നേരം അവിടെ ഒന്ന് കേൾക്കാനിടയായി. ഇത് കേട്ട സമയത്ത് അയാൾക്ക് വലിയ സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എത്ര വേണമെങ്കിൽ കുടിച്ച് കൂത്താടി കഴിയാം, അവസാന സമയത്ത് നാരായണ എന്നും ജപിച്ചാൽ മതിയല്ലോ, എന്നാൽ പിന്നെ എല്ലാവരും പ്രായശ്ചിത്തമായി കഴിഞ്ഞല്ലോ എന്ന് കരുതി ഞങ്ങൾ സന്തോഷിച്ചു അത്രേ. അവസാനം ജപിക്കുക നാരായണ എന്ന് പറഞ്ഞങ്ങ് മാറ്റിവെച്ചു. എന്നാ ചാവുമ്പോൾ ചൊല്ലാമെന്നോർത്താരോ സൂക്ഷിച്ചു, ചാവുമ്പോൾ ചൊല്ലാൻ മറന്നും പോയി. അവസാന സമയത്തങ്ങ് മറന്നുപോയി എന്ന് വിചാരിക്കുക. ഒരു റീടേക്ക് ഇല്ലാത്തതാണല്ലോ ഈ മരണം എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാനും കൊണ്ട് സാധിക്കും? നാമം നാവിൽ വരണമെങ്കിൽ അവസാന സമയത്ത് അന്തേ നാരായണ സ്മൃതി, അവസാന സമയത്ത് നാരായണ എന്നുള്ളതായ നാമം നാവിൽ വരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളതായ ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ. ഈ അജാമളൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതാ നാരായണ എന്ന് കീർത്തിക്കാൻ ഇടയായിരിക്കുന്നത്. അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല, എല്ലാ പാപകർമ്മങ്ങൾക്കും അങ്ങ് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്ന്. അന്നേരം കാലഭടന്മാരങ്ങ് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്, അതെ നിങ്ങൾ എന്ത് കരുതിയിട്ടത് ഇത്രയെല്ലാം പറയുന്നത്?
ഈ ആചാമണൻ വിളിച്ചതേ നിങ്ങളുടെ വൈകുണ്ഠ നാരായണനൊന്നുമല്ല വിളിച്ചിരിക്കുന്നത്, വേശ്യാനാരായണനെ വിളിച്ചിരിക്കുന്നത്. ആൾ മാറിയിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ആൾ മാറി ഇവിടെ വന്ന് ഇങ്ങനെയല്ല പറയാനിടയിത്തിരുന്നല്ലോ എന്നങ്ങ് ചോദിക്കുക. അന്നേരം വിഷുഭാഷന്മാർ പറയുക, അങ്ങനെ ശങ്കിക്കേണ്ട, ആൾ മാറി വന്നൊന്നുമല്ല, മഹാപ്രഭുവിൻ്റെ തിരുനാമം ഇന്ന പ്രകാരത്തിലെന്നുള്ളതില്ല. സാങ്കേത്യം പാരിഹാസ്യം വാസ്തോഭം ഹേളനമേവ വാം വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിദുഹൂം. വളരെ സാങ്കേതിക രൂപത്തിലാണെങ്കിൽ പോലും, മക്കളുടെ പേര് വിളിക്കുക എന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും നാവൽ വന്നു കഴിഞ്ഞാൽ അത് ആ ജീവന് രക്ഷയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിലെ ഷോഡശ കർമ്മങ്ങളിൽ നാമകരണത്തെ ഒരു കർമ്മമായിട്ട് ഉൾപ്പെടുത്താനൊരു കാരണം. അറിയാതെ ആണെങ്കിൽ പോലും അവർ നാമം ചോദിക്കാൻ ഇടയായി തീരട്ടെ എന്ന്. ഈ ജീവിതം നമ്മൾക്ക് ദുഃഖിക്കാനും കരയാനുമുള്ളതല്ല, അറിയാനും ആനന്ദിക്കാനുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. തോൽക്കാനല്ല, ജയിക്കാനായി ജനിച്ച ആൾക്കാരാണ് ഓരോ ജീവന്മാരും. ജയിച്ചവനോടൊപ്പമാണ് ജനാർദ്ദനം ഉള്ളത്. അതാണ് നമ്മുടെ ശാസ്ത്രം അരുളി ചെയ്യുന്നത്. അഷ്ടകരങ്ങളിൽ ആയിരജാലമേന്തി അട്ടഹസിക്കുന്നതായ ആദിപരാശക്തിയെയും പ്രീതി പ്രസന്തി മന്ദസ്മിത സുന്ദരതരമായ തിരുമുഖ കമലത്തോടുകൂടി ശോഭിക്കുന്നതായ പാർത്ഥസാരഥിയായ പരമപ്രഭുവിനെയും നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ തത്വം ഈ ജീവിതം ആനന്ദിക്കാനുള്ളതാണ്. ജീവിതം ആനന്ദപൂർണ്ണമായി തീരണമെങ്കിൽ എന്ത് വേണം? നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതായ ആൾക്കാർക്ക് നല്ല ജീവിതാനുഭവങ്ങളുണ്ടാവും. നല്ല കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവരൊരു വാസനകൾ നന്നായിരിക്കണം. വാസനകൾക്കനുസരിച്ചാണല്ലോ കർമ്മങ്ങൾ ഭവിക്കുക. നല്ല നല്ല വാസനകൾ, സദ്വാസനകൾ ഉള്ളിലുണ്ടാവണമെങ്കിൽ നല്ല സംസ്കാരമുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് സംസ്കാരമാണ്. സംസ്കാര സംശുദ്ധിയാണ് ആവശ്യമായിട്ട് അങ്ങ് ഉണ്ടാകേണ്ടത്. ആ സംസ്കാരത്തെ സംശുദ്ധീകരിക്കാനുള്ളതായ മാർഗം ഭഗവത് നാമ സങ്കീർത്തനം മാത്രമാണ് എന്നുള്ളത് കണ്ടറിഞ്ഞതായ പൂർവികന്മാർ അറിയാതെ ആണെങ്കിൽ പോലും നാമം ജപിക്കാൻ ഇടയാവട്ടെ എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി നാമകരണത്തെ നമ്മുടെ സംസ്കാരത്തിൽ ഒന്നായിട്ടങ്ങ് ഉൾപ്പെടുത്തി. പക്ഷേ പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞ് പാശ്ചാത്യരെ അനുകരിച്ചു പോയതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഭഗവത് നാമത്തെ കുട്ടികൾക്ക് പേരിടുക എന്നുള്ള സമ്പ്രദായമൊന്നുമില്ല. അങ്ങനെ ഒരു സംസ്കാരം വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പരിഷ്കാരം മൂത്തു. ചില ഇപ്പോൾ അത്യന്ത ആധുനികന്മാരെന്ന് പറയുന്നതായ ആൾക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? പേരിന് അർത്ഥം വേണമെന്നൊന്നുമില്ല. വലിയ പേരൊന്നും വയ്യ. പണ്ടത്തെ ആൾക്കാരെ പോലെ വലിയ പേരൊന്നും വയ്യ. ചെറിയ വല്ല പേരുകളൊക്കെ ആണെങ്കിൽ ആവാം ഇല്ലേ. ആലപ്പുഴയിൽ ഒരിക്കലും സപ്താഹത്തിൽ പോയി ഒരു ചെറിയ കുട്ടി അടുത്ത് വന്നു. എന്താ മോനെ പേര് ചോദിച്ചു. അന്നേരം ആ കുട്ടി പറയാ കുക്കു. അന്നേരം നമ്മൾ പറഞ്ഞു മോനെ കുക്കുടെന്ന് പേരിടായിരുന്നു. അത് അർത്ഥമെങ്കിലും ഉണ്ട് അല്ലേ. ചില ആൾക്കാർ കുട്ടികൾക്ക് ടുട്ടു, കട്ടു, വട്ടു അല്ലേ, ഗുണ്ടുമോനെ, ടുട്ടുമോനെ എന്നൊക്കെ വിളിക്കുക. ഈ കുട്ടികൾക്ക് ടുട്ടു, വട്ടു, കട്ടു എന്ന് പേരിട്ടതുകൊണ്ടൊന്നും ഇല്ലെങ്കിൽ അച്ഛനമ്മമാരെ മമ്മി ഡാഡി എന്ന് വിളിപ്പിച്ചതുകൊണ്ടൊന്നും നമ്മൾ സാഹിബിൻ്റെ സന്തതികളാവില്ല. പോൾപറ്റതായ പുണ്യഭൂമിയിൽ ഭാരതത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ സന്തതികളായി ജനിക്കാൻ സാധിച്ചാൽ ഭാഗ്യം കൊള്ളണം. നമ്മൾക്ക് നമ്മുടെ പൂർവികന്മാർ പകർന്നു തന്നതായ ഒരു പാരമ്പര്യമുണ്ട്. അതിനെ കളഞ്ഞു വിളിക്കാനെ കൊണ്ടങ്ങ് ഇടയാവരുത്. വേറെ ചില വിദ്വാൻമാരുണ്ട്. അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അങ്ങനെ രണ്ടക്ഷരം. അർത്ഥം വേണമെന്നൊന്നുമില്ല, പക്ഷെ മാച്ചായിരിക്കണം. ഞങ്ങളുടെ കുട്ടികളല്ലേ, ഞങ്ങളുടെ പേരിന് മാച്ചായിരിക്കണ്ടേ. അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കും, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കും. അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ എന്ന് വിചാരിക്കാം, അമ്മയുടെ പേര് മിനി. കുട്ടിക്കെന്ത് പേരിടും? കൃമീന്ന് പേരിടും. എങ്ങനെ കൃമിയാവാതിരിക്കും? കൃമിയെ പോലെ വിഷയങ്ങളിൽ പൊളയ്ക്കാതിരിക്കും. വേറെ ചില ആൾക്കാരുണ്ട്. അച്ഛൻ്റെ പേര് കണ്ണൻ, അമ്മയുടെ പേര് ലീല. കുട്ടിക്കെന്ത് പേരിടും? കലീന്ന് വിളിക്കും. അച്ഛൻ്റെ പേര് ശശി, അമ്മയുടെ പേര് നിർമ്മല. കുട്ടിയെന്ത് വിളിക്കും? ശനി, മോനെ ശനി. എങ്ങനെ ശനി പിടിക്കാതിരിക്കും? അതും പോട്ടെ. അച്ഛൻ്റെ പേര് പ്രേംകുമാർ, അമ്മയുടെ പേര് തങ്കം. മോനെ പ്രേതം. ആ പ്രേതത്തിന് ഈ പ്രേതമല്ലേ ഇങ്ങനെ ജനിക്കൂ അല്ലേ. വേറെ ചില വിദ്വാൻമാരുണ്ട്. പഴയ തൊട്ട് വിടാനും വയ്യ, എന്നാൽ പുതിയതെല്ലാം അങ്ങ് വേണം താനും. അവരെന്ത് ചെയ്യും? കുട്ടികൾക്ക് പേരിടുന്നതായ സമയത്ത് ആകാശ്, എന്താ ആകാശം പോലെ വിശാലമല്ലയോ ഈശ്വരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രസംഗിക്കാനൊക്കെ ഇടയായിത്തീരും. ഒരു ദിക്കിൽ ചെന്നു ചെറിയൊരു കുട്ടിയെ കണ്ടു. എന്താ മോളെ പേര് ചോദിച്ചു. അന്നേരം പറഞ്ഞു സാന്ദ്ര എന്ന്. അപ്പോൾ അന്നേരം ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു എന്താ മോൾക്ക് സാന്ദ്ര എന്ന് പേരിട്ടത് എന്ന്. ഉടനെ അമ്മ പ്രസംഗിക്കാൻ തുടങ്ങി. സാന്ദ്രാനന്ദാവബോധാത്മകമല്ലയോ ഭഗവാൻ. കാരണം അമ്മ നാരായണ സമിതിയിലെ പ്രസിഡൻ്റാണ്. ഉടനെ പറയാം ഈ സാന്ദ്രാന്നോ ആന്ധ്രാന്നോ കുട്ടികൾക്ക് പേരിട്ടതുകൊണ്ടായില്ല. കേട്ട് കഴിഞ്ഞാൽ ഭാവസ്ഫുരിക്കുന്നതായ പേരുകൾ വേണം കുട്ടികൾക്ക് പേരിടാനായിക്കൊണ്ട് അല്ലേ. ഇപ്പോൾ കൃഷ്ണന് കേട്ട് കഴിഞ്ഞാൽ അമ്പാടി മണിവണ്ണനായിരിക്കുന്നതായ മഹാപ്രഭുവിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയാൻ ഇടയായി തീരും. രാമാന്ന് കേട്ട് കഴിഞ്ഞാൽ കോതണ്ഡപാണിയായിരിക്കുന്ന മര്യാദാപുരുഷോത്തമനായ ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയാനങ്ങ് ഇടയായി തീരും. ഭാവസ്ഫുരിക്കുന്ന പേരുകൾ വേണം കുട്ടികൾക്ക് ഇടാനായിക്കൊണ്ട് എന്ന് പറയാം.
ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നാമം നാവൽ വരാനിടയാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ നാമകരണത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തിരിക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ പേര് വിളിക്കുക എന്നുള്ള നിലയ്ക്ക് സാങ്കേത്യം പാരിഹാസ്യം വാ, വളരെ സാങ്കേതിക രൂപത്തിലോ ഇല്ലെങ്കിൽ പരിഹസിച്ചിട്ടോ, എത്ര നേരമായി ഇങ്ങനെ നാരായണ 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 പറഞ്ഞിരിക്കുക തന്നെയാണ്, വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങൾ ഇത് കഴിഞ്ഞ് പോയിട്ട് വേറെ പണിയൊക്കെ ഉണ്ട് എന്ന ഭാവത്തിൽ പരിഹസിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ, ഇല്ലെങ്കിൽ കവിത എഴുതുന്നതായ ആൾക്കാർ വൃത്തം ഒപ്പിക്കാനെ കൊണ്ട് കൃഷ്ണരാമ ഇത്യാദി നാമങ്ങളെ ചേർത്തിട്ടോ, പാട്ട് പാടുന്ന ആൾക്കാർ രാഗം വിസ്തരിക്കുന്നതായ സമയത്ത് രാഗം ഒപ്പിക്കാനെ കൊണ്ട് കൃഷ്ണരാമ ഇത്യാദി അക്ഷരങ്ങളെ ചേർത്തിട്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നാമം നാവൽ വന്നു കഴിഞ്ഞാൽ അശേഷാഘരം വിദുഹു, എല്ലാവിധ പാപങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്നതാണെന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇതാരുടെയും കപോലകൽപ്പിതമായ പുത്തൻ സിദ്ധാന്തങ്ങളെല്ലാം പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മനം മാറ്റി മതം മാറ്റി ആരാധകരുടെ അംഗസംഖ്യ കൂട്ടാൻ തക്കതായ കുഞ്ഞാടുകളുടെ കുടില തന്ത്രങ്ങളെല്ലാം ഉള്ളതിനെ ഉള്ളതുപോലെ അരളി ചെയ്തിരിക്കുന്നതായ ആത്മാനുഭവ സമ്പന്നന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ അമൃതമൊഴികളുടെ അന്തസത്തയാണ് ഭഗവത് നാമത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നാമം കൊണ്ട് തീർക്കാൻ പറ്റാത്തതായ പാപമില്ല. വൈകുണ്ഠ നാമഗ്രഹണം, എല്ലാ കുണ്ഠതകളെയും തീർക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. ഒരു പ്രകാരത്തിലും ദുഃഖിക്കാനിടയാവില്ല. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിലുണ്ടോ, ദുഃഖിക്കേണ്ടി വരില്ല, കണ്ണീര് കുടിക്കേണ്ടതായി വരില്ല. കണ്ണീര് വാർക്കുന്നതായ വേളയിൽ കാത്തുരക്ഷിക്കാൻ കരുണാമൂർത്തിയായ ഗുരുവായൂരപ്പനങ്ങ് ഓടി എഴുന്നള്ളും. ഇനി ഇന്ന പ്രകാരത്തിലെന്നുള്ളതില്ല. പരിതസ്കലിതോ ഭക്തക സന്തഷ്ടസ്തപ്താദ, കാലിടറി വീഴാൻ പോകുന്നതായ സമയത്തോ കോട്ടുവായി വിടുന്നതായ സമയത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ അവശനായിരിക്കുന്നതായ സമയത്ത് നാമം നാവൽ വന്നു കഴിഞ്ഞാൽ പോലും അത് ആ ജീവന് രക്ഷയായി കഴിഞ്ഞു. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ബ്രഹ്മസായുജ്യം അപ്പോഴേ വന്നുപോയി. നാളേക്ക് എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ തൽക്ഷണാത് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഏതൊരാൾക്കും സാക്ഷാത്കാരം നേടാൻ പോകുന്നതായ മാർഗം ഭഗവത് നാമ സങ്കീർത്തനം മാത്രമാണ്. ഇന്ന പാപത്തിന് എന്നുള്ളതില്ല. ഗുരുണാം ച ലഘൂണാം ച ഗുരുണ് ച ലഘൂനുജ, വലിയ പാപങ്ങൾക്കും ചെറിയ പാപങ്ങൾക്കും എല്ലാ പാപങ്ങൾക്കും ഒരുപോലെ ഒരൊറ്റ മൂല്യമായി കൽപ്പിച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. പിന്നെ വേദങ്ങളിലൊക്കെ മറ്റ് പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നാമം മാത്രം ജപിച്ചാൽ മതി എന്നങ്ങ് ഒറ്റ വാക്കങ്ങ് പറഞ്ഞു വെച്ചാൽ പോരെ എന്നാണെങ്കിൽ, അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതല്ല, കീർത്തിക്കാൻ പറ്റുന്നതല്ല ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. ഒരിക്കൽ മഹാദേവനും മഹാദേവിയും കൂടെ പാർവതി പരമേശ്വരന്മാർ, ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരൻ എന്നാണല്ലോ, ലോകത്തിൻ്റെ അമ്മയച്ഛന്മാരാണല്ലോ പാർവതി പരമേശ്വരന്മാർ. ആ പാർവതി പരമേശ്വരന്മാർ അനുഗ്രഹിക്കാനും കൊണ്ടങ്ങ് അനുഗ്രഹിക്കാനും കൊണ്ട് എഴുന്നള്ളുന്നതായ സമയത്താണ് ഒരാൾ ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ഇരിക്കുന്ന കൊമ്പിനെങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട സമയത്ത് ദേവിക്ക് സങ്കടമായി. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവൻ ഇരിക്കുന്ന കൊമ്പിനെ വെട്ടിക്കഴിഞ്ഞാൽ സ്ഥിതി എന്തായിത്തീരും, ഒന്ന് രക്ഷിച്ചുകൂടെ എന്ന്. അന്നേരം ഭഗവാൻ പറഞ്ഞു, ആര് പറഞ്ഞു അവനോട് വെട്ടാൻ? സ്വയം വെട്ടില്ലേ, വെട്ടട്ടെ, വെട്ടി താഴെ വീഴുമ്പോൾ പിന്നെ പാഠം പഠിച്ചോളുമെന്ന്. അന്നേരം ദേവിക്ക് അത് സഹിക്കാനും കൂടെ സാധിച്ചില്ല. എന്നും അച്ഛനേക്കാൾ വാത്സല്യം കൂടുതലാണല്ലോ അമ്മയ്ക്ക് എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ രക്ഷിക്കൂ ഭഗവാനെ, അവൻ അറിയാതെ ചെയ്യുന്നതാണെങ്കിലും ആ ആപത്തിൽ നിന്ന് കാത്തു രക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയല്ലേ, ഒന്ന് രക്ഷിക്കണേ എന്ന്. അന്നേരം മഹാദേവൻ പറഞ്ഞു, ദേവി എന്നാലൊരു കാര്യം ചെയ്യാം, അയാൾ വെട്ടി അവസാനത്ത് വെട്ടി താഴെ വീഴട്ടെ. താഴെ വീഴുന്നതായ സമയത്ത് അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദേവി എന്നോളൂ രക്ഷിക്കാൻ, അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെല്ലാൻ രക്ഷിക്കാൻ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ രക്ഷിക്കാമെന്ന് പറയാം. എന്നാൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നു. അയാൾ വെട്ടി അവസാനത്തെ വെട്ടി അയ്യോ എന്ന് പറഞ്ഞ് താഴെ വീണു. എന്നാ അമ്മേന്ന് വിളിച്ചാണെങ്കിൽ രക്ഷ കിട്ടി, അപ്പാന്ന് വിളിച്ചാണെങ്കിൽ രക്ഷ കിട്ടി. പക്ഷെ നാവൽ വരണ്ടേ, നാവൽ വന്നില്ല എന്ന് പറയാം. ആപത്തില്ലാകില്ല നമ്മൾക്ക്, ആപത്തുണ്ട്. ആപത്ത് വരുന്നതായ വേളയിൽ അവനെ ഇവനെ വിളിക്കുന്ന നേരം ശിവനെ വിളിച്ച് ഭഗവാന്റെ തിരുനാമത്തെ കീർത്തിക്കാൻ അതിനൊരു യോഗം വേണമെന്ന് പറയാം. ആപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ മുൻജന്മാർജിത സുഹൃതാതിരേകമുള്ളതായ ആൾക്കാർക്ക് മാത്രമേ ഭഗവാന്റെ തിരുനാമത്തെ കീർത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൂന്താനം പൂന്തേൻ മൊഴികളിൽ നമ്മളോടങ്ങ് ഉപദേശിക്കുന്നത്, നാവേ നിനക്കു വലിയൊരു ഉപദേശമുണ്ടേ, നാവാലുരപ്പതിനു നീ തുനിയുന്നു കേൾനീം. നാരായണൻ്റെ തിരുനാമമുറക്കയാമ്പോൾ നാണിച്ചു പോവരുതേ തവ വേണ്ടതുള്ളൂ. നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തായിരിക്കുന്നതായ ശാസ്ത്രസാരം എന്താ പറഞ്ഞു തരാം. നാരായണൻ്റെ തിരുനാമമുറക്കയാമ്പോൾ നാണിച്ചു പോവരുതേ തവ വേണ്ടതുള്ളൂ. നാരായണ എന്നുള്ളതായി 4 അക്ഷരം ജപിക്കാൻ കിട്ടിയതായ അവസരങ്ങളൊന്നും ഒരിക്കലും പാഴാക്കി കളയാൻ ഇടയാവരുതേ.
മറ്റ് ശബ്ദങ്ങളൊക്കെ ഉച്ചത്തിൽ ഉരിയാടാൻ നമുക്ക് പറയാം, മറ്റെന്തും പ്രസംഗിക്കാം. പക്ഷെ നാമം ജപിക്കാൻ പറഞ്ഞാൽ നമുക്ക് ലജ്ജയായി ഇല്ലേ? ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് റോഡിലൂടെ അങ്ങ് പോകുന്നതായ സമയത്ത് ഉച്ചത്തിൽ നാമം ജപിച്ചുകൊണ്ട് പോവുക. ഹരേ രാമ 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 ഹരേ ഹരേ പറയോ? ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സംശയം സ്വല്പം കുറവാണോ, ഇനി അതും കൂടി ആയാലോ ഇല്ലേ? അതേസമയത്ത് മറ്റു വർത്തമാനങ്ങളൊക്കെ പറയാം. വങ്കപ്രഭുക്കളുടെ പങ്കിലമാം ചരിത്രം സങ്കോചഹീനമെവിടെയുമിരുന്നു പാടാം. പങ്കേരുഹാക്ഷനുടെ ശങ്കരമായ നാമസങ്കീർത്തനത്തിനതിയായി മടി തോന്നിടുന്നു. വങ്കപ്രഭുക്കന്മാരുടെ പങ്കിലമായ ചരിത്രം നമുക്ക് നാവിന് ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ എന്തും പറയാം. പക്ഷെ നാമം ചോദിക്കാൻ പറഞ്ഞാൽ ലജ്ജയായി, നാണക്കേടായി. എന്താ? പൂർവ്വജന്മ പാപ പ്രാരബ്ധം കൊണ്ടാ നാമം നാവിൽ വരാതിരിക്കുന്നത് എന്ന് പറയാം. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ, ഗോവിന്ദപാദകമനങ്ങൾ തെളിഞ്ഞു കാണും. ഇരിക്കുന്നതിലിരുന്ന് എത്തേണ്ടതിൽ എത്തിച്ചേരാനും കൊണ്ട് സാധിക്കും. ഇഹവും പരവും ലൗകികവും ആത്മീയതയും ഒരുപോലെ അനുഭവിക്കാനും കൊണ്ട് സാധിക്കും. നാമാക്ഷരങ്ങൾ നാവിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്ന പ്രകാരത്തിൽ എന്നുള്ളതില്ല. അജ്ഞാനാൽ അഥവാ ജ്ഞാനാൽ ഉത്തമ ശ്ലോകനാമയൽ. ഭഗവത് നാമത്തിൻ്റെ മഹത്വം അറിയാതെ ആണെങ്കിൽ പോലും നാമം നാവിൽ വന്നു കഴിഞ്ഞാൽ നാമം രക്ഷിക്കാൻ ഇടയായിത്തീരും. നമ്മൾക്ക് പനി വന്നു കഴിഞ്ഞാൽ പാരസിറ്റാമോൾ വാങ്ങി കഴിക്കും. ആ പാരസിറ്റാമോളിൽ എന്തൊക്കെ മോളാണുള്ളതെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല കഴിക്കുന്നത്. അത് വാങ്ങി അങ്ങ് അകത്താക്കി കഴിഞ്ഞാൽ അസുഖം ഭേദവും. അതുപോലെ നാമത്തിൻ്റെ മഹിമയൊന്നും അറിയണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ നാമം നാവിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ജീവന് രക്ഷയായി കഴിഞ്ഞു. ഇതിൽ പരമൊരു മഹാസൽക്കർമ്മം ഭഗവത് നാമ സങ്കീർത്തനം പോലെ വേറെയില്ല. പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം എല്ലാ ധർമ്മങ്ങളിലും വെച്ച് സകല ധർമ്മങ്ങളുടെയും മകുടമണിയായി ശോഭിക്കുന്നതാണ് ഭഗവത് നാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതിൽ പരൊരു ലോകസേവനം വേറെയില്ല. മാനവ സേവ, മാധവ സേവ, ജീവസേവ, ശിവസേവ എന്നല്ലേ മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നാമം ജപിച്ചിരുന്നാൽ മതിയോ? മറ്റുള്ളവർക്ക് എന്താ അതുകൊണ്ടൊരു പ്രയോജനം എന്നാണെങ്കിൽ നാമം ജപിക്കുന്നതിലുപരി ഒരു ലോകസേവനം വേറെയില്ല. നാരായണേരി കല്യാണി വാണീയസ്യ മുഖാംഭുജയം സധന്യപ്പാവയത്യന്യാൻ സ്വദൃഷ്ടിപദഗോചരാൻ. നാരായണ എന്നുള്ളതായ ജഗന്മംഗളകരമായിരിക്കുന്നതായ തിരുനാമം ആരുടെ നാവിലാണോ പ്രകാശിക്കുന്നത്, അവരുടെ നാമം ജപിക്കുന്നതായ ഭക്തൻ ദൃഷ്ടിപഥത്തിൽപ്പെടുന്നതായ സകല രാജനങ്ങളെയും ആ ജീവൻ ശുദ്ധീകരിക്കാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ആ സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ, പാപി ചെന്നിടം പാതാളം, ഭക്തൻ ചെന്നിടം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം അറിയുള്ളൂ സ്വാമി. പാപി ചെന്നിടം പാതാളം എന്നതിൻ്റെ മറുഭാഗം ഭക്തൻ ചെന്നിടം വൈകുണ്ഠമാണ് എന്ന് പറയും. ഭക്തൻ എവിടെ ചെന്നാലും വൈകുണ്ഠമാണ്. ആ ഭക്തൻ്റെ നാവിൽ നിന്ന് വരുന്നതായ നാമാക്ഷരങ്ങൾ ലോകത്തെ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത് നാമത്തിനോളം ഉത്കൃഷ്ടമായിരിക്കുന്നതായ ഒരു സാധന വേറെയില്ല. മുരാരിരൻ നാമ ജപത്തിനോളം ഉത്കൃഷ്ടമാം സാധനയില്ല വേറെ. ഏത് സാധനയാണ് നമുക്ക് സ്വീകാര്യമായിരിക്കുന്നത്? ഈ കരികാലത്ത് സ്വീകാര്യമായിരിക്കുന്നതായ കർമ്മം ഏത്, ധർമ്മം ഏത് ശങ്കിക്കേണ്ടതില്ല. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരേണ്ടതായിട്ടൊന്നുമില്ല. നാവും നാരായണേത്യക്ഷരവും ഒരു ദിനം തമ്മിലേകീഭവിച്ചാൽ ചാവും നേരത്തു നോവാൻ കഴിവര യമനം ദൂരെ നിന്നീടുമല്ലോ. നാവേ 4 അക്ഷരം നീ ഒരു പഴുതുപേക്ഷിക്കലാ ദൈവയോഗാൽ. ഈ വണ്ണം വന്നതെന്നാൽ അമൃതമനുഭവിച്ചിടു നാരായണേരീ. ഇന്ന് നാരായണ ജപിക്കാനും കൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവയോഗാൽ ഈ വണ്ണം വന്നതെന്നാൽ പരമദയാലുവായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നാമം ജപിക്കാനും കൊണ്ട് സാധിച്ചിരിക്കുന്നത്. നമ്മളുടെ കഴിവല്ല, കേമത്വമല്ല. നാമം ജപിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ളതല്ല. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് നാമം ജപിക്കാനും കൊണ്ട് സാധിക്കൂ. ഭഗവത് നാമ സങ്കീർത്തനത്തിൽ ഉപരിയായിരിക്കുന്നതായൊരു തപസ് വേറെയില്ല. നാമമാണു മഹാവാക്യം, നാമമാണു ജഗൽഗുരു, നാമമാണു തപശ്ചര്യ, നാമമാണ് ഇഷ്ടദൈവതം. എല്ലാ മഹാവാക്യങ്ങളും വെച്ച് ഉപരിയായിരിക്കുന്നതായ സകല ശാസ്ത്രങ്ങളുടെയും സാരവത്തായ സന്ദേശമായി സജ്ജനങ്ങളെ സമൽഘോഷിക്കുന്നതായ മാർഗം ഭഗവത് നാമ സങ്കീർത്തനമാണ്. ചൊല്ലേണം നാമമെന്നുള്ളത് പലരും അറിഞ്ഞും പറഞ്ഞും കഴിഞ്ഞാൽ ചൊല്ലിയിടുന്നോർ കനക്ക കുറയും, അത് മഹാപാപമെന്നും പ്രസിദ്ധം. നാമം ചോദിക്കണം എന്നുള്ളത് ഒന്നൊന്നല്ലേ കേൾക്കാൻ തുടങ്ങിയൊന്നുമല്ല, അശ്വകാല ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് നാമം ചോദിക്കുന്നുണ്ട്? അത് വളരെ കഷ്ടമായിരിക്കും. നാമം ജപിക്കാൻ, നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും നാമം ജപിക്കാൻ അവസരം ഉണ്ടായിട്ടും നാമം ജപിക്കുന്നില്ലെങ്കിൽ അത് മഹാപാപമെന്നും പ്രസിദ്ധം. ചൊല്ലിയിട്ട് എന്തെന്ന് മറ്റുള്ളവർ പരിഹസിച്ചാൽ, ഇനി മറ്റുള്ള ചില ആൾക്കാരുണ്ട്, നാമജോ അതൊക്കെ ചെറിയ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക്, LKG UKG കുട്ടികൾക്കുള്ളതാണ്, ഞങ്ങൾ കോഴ്സും ക്യാപ്സൂളും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആൾക്കാരാണ്, ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കുള്ളതാണ് നാമജോം എന്നെല്ലാം പറഞ്ഞ് ആരെങ്കിലും അങ്ങ് അവഹേളിക്കുന്നുണ്ടെങ്കിൽ
നമുക്കല്ല ഖേദം, അതിൽ സ്വല്പം പോലും വിഷമിക്കേണ്ടതായിട്ടില്ല. ചൊല്ലേറും വ്യാസനും പാർത്ഥനൊരു രഥതുരകം മേച്ചുമേവും നിനക്കും. ചൊല്ലിയതായ വ്യാസഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്, നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനമെന്ന്. പാർത്ഥൻ്റെ തീർത്ഥത്തിലിരുന്ന് സകലശാസ്ത്ര കാതലായിരിക്കുന്നതായ ഗീത ഉപദേശിച്ചതായ പാർത്ഥസാരഥിയായ പ്രഭുവാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ നാമജപയജ്ഞമാണെന്ന് അരുളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കിക്കേണ്ടതില്ല. ഭഗവത് നാമ സങ്കീർത്തനത്തിൽ ഉപരിയായിരിക്കുന്നതായ ഒരു ധർമ്മം വേറെയില്ല. അത്രയും മഹത്തായ കർമ്മമാണ് ഈ അജാമിളൻ അങ്ങ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് ഏട്ടമാത്രയിൽ ആ കാലപടന്മാരാവട്ടെ സമയനൂരിയിലോട്ട് ധർമ്മദേവൻ്റെ സന്നിധിയിലോട്ടങ്ങ് ചെല്ലുകയാണ്. കാലഭാഷും കാലദണ്ഡും എല്ലാം അങ്ങ് അടിയറ വയ്ക്കുകയാണ്. ഞങ്ങൾ ഇത്രയും കാലം കരുതിയത് അവിടുന്ന് ഒരാൾ മാത്രമാണ് ലോകത്തിൻ്റെ ശാസിതാവായിരിക്കുന്നത് എന്നാണ് കരുതിയത്. ഇപ്പോൾ അങ്ങ് ഒരാൾ മാത്രമല്ല, പല ആൾക്കാരോട് ഭരിക്കാനുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പല ആൾക്കാരും കൂടി ഭരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഭരണം ശരിയാവില്ല. ഭരിക്കുകയാണെങ്കിൽ ആര് ഭരിക്കണം? നട്ടലുള്ളതായ ഒരാൾ ഭരിക്കണം. നട്ടലുള്ളതായ ഒരാൾ ഭരിക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ കോഴി കുറുക്കം കീരിയും പാമ്പും തട്ടിക്കൂട്ടിയൊക്കെ ഭരിക്കാനിടയാവുന്നത്. ഞങ്ങൾ അജാമിളൻ്റെ പാപജീവനെ കൊണ്ടുവരാനെ കൊണ്ട് പോയതായ സമയത്ത് 4 പേര് വന്നു. ആരാന്നറിയില്ല, എവിടെന്നാന്നറിയില്ല. എല്ലാ പാപകർമ്മങ്ങളും പ്രായശ്ചിത്വമായി കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചിരിക്കുകയാണ് എന്നുള്ള സങ്കടം അറിയിക്കാം. അന്നേരം ധർമ്മദേവനാവട്ടെ ഇരുകരങ്ങളും കൂപ്പിയങ്ങ് ഉണ്ണികളോട് പറയാം, ഉണ്ണികളെ കാര്യം അറിയാതെയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. ഈ ലോകത്തിൻ്റെ ശാശ്വതാവായിരിക്കുന്നതായ ആൾ ഞാനല്ല, സർവേശ്വരനായിരിക്കുന്നതായ വിഷ്ണുഭഗവാനാണ്. ആ അജാമിളൻ ഭഗവാന്റെ തിരുനാമത്തെ ജഗന്മംഗളകരമായിരിക്കുന്നതായ നാരായണ എന്നുള്ളതായ തിരുനാമത്തെ കീർത്തിക്കാനിടയായി തീർന്നു. നാമം ജപിക്കുന്നതായ ഭക്തൻ ഒരിക്കലും ഒരു ആപത്ത് വരാൻ ഭഗവാൻ അനുവദിക്കില്ല. ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ കുജൽ, ഒരു പ്രകാരത്തിലൊരു അശുഭം അനുഭവിക്കാൻ ഇടയാവില്ല. എന്നാൽ പിന്നെ എല്ലാവരും നാമം മാത്രം ജപിച്ചാൽ മതി, ഒരു കർമ്മങ്ങളും ചെയ്യേണ്ടതില്ല എന്ന് ഒരു വാക്കങ്ങ് പറഞ്ഞു വെച്ചാൽ പോരെ. ഇതിന് ഈ ചാന്ദ്രായനാദി വ്രതങ്ങളെക്കുറിച്ചെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ എല്ലാവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ആകെ 12 പേർക്ക് മാത്രമേ മനസ്സിലാക്കാനെങ്കിലും സാധിച്ചിട്ടുള്ളൂ. സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോമനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസികർ വയം ദ്വാദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതം ഭടാഹ. സാക്ഷാൽ ബ്രഹ്മദേവനറിയാം, ശ്രീനാരദ മഹർഷിക്ക്, മഹാദേവനെ, സനൽകുമാര മഹർഷിക്ക്, കപിലവാസേവനെ, സ്വയംഭൂമനുവിനെ, പ്രഹ്ലാദനെ, ജനകനെ, ഭീഷ്മനെ, മഹാബലിക്ക്, ശ്രീ ശിവബ്രഹ്മർഷിക്ക്, ധർമ്മദേവനായ എനിക്ക്, ഇങ്ങനെ 12 പേർക്ക് മാത്രമേ മനസ്സിലാക്കാനെങ്കിലും സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഗുഹ്യം, ഇത് അതീവ രഹസ്യമാണ്. ഇത് സ്ഥൂലബുദ്ധികളായിരിക്കുന്നതായ ആൾക്കാർക്ക് മനസ്സിലാക്കാനെങ്കിലും സാധിക്കുന്നതല്ല. അനുഭവൈക വേദ്യമായിട്ടുള്ളതാണ് ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇത് വിശുദ്ധം ജന്മജന്മാന്തരങ്ങളായിരിക്കുന്നതായ പാപമംഗലമായ വാസനകളെയെല്ലാം വേരോടുകൂടി നശിപ്പിക്കുന്നതാണ്. ദുർബോധം തെളിയിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ ബുദ്ധിയെ കൊണ്ട് അളന്ന് കണക്കാക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ ബുദ്ധിക്ക് അളക്കാനൊരു മാനദണ്ഡമുണ്ട്. ദേശകാലങ്ങളാകുന്ന പരിധിക്കകത്തുള്ളതിന് മാത്രമേ ബുദ്ധി കൊണ്ട് അളക്കാനെ കൊണ്ട് സാധിക്കും. ഭഗവത് നാമമാവട്ടെ അത് കാലദേശാവധിഭ്യാം, കാലദേശങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതായ പരമസത്യമാണ് ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവത് നാമ സങ്കീർത്തനത്തിൽ ഉപരിയായിരിക്കുന്നതായ ഒരു മാർഗം വേറെയില്ല. ഭക്തിയോഗോ ഭഗവതി തന്നാമഗ്രഹണാദിഭിഹി. സകല ധർമ്മങ്ങളിൽ വെച്ച് പരമധർമ്മമായി ശാസ്ത്രങ്ങൾ സമുദ്ഘോഷിക്കുന്നത് സങ്കീർത്തന ഭക്തി ഒന്ന് മാത്രം തന്നെയാണ്. സകൃത് ഉച്ചാരയേല്യസ്തു നാരായണമരന്ത്രദേഹം ശുദ്ധാന്തകരണോ ഭൂത്വാം നിർവാണമധിഗച്ഛതി. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിൽ വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ പാപപങ്കിലമായ മലിനവാസനയോട് കഴിയുന്നതായ ഒരാൾ തന്നെയായാലും പരിശുദ്ധാന്തകരണനായി തീർന്ന് പരമഭാഗതനായിക്കൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവൻ ധന്യമാക്കാനും ഇടയായിത്തീരുന്നു. പ്രത്യക്ഷത്തിൽ കണ്ടതല്ലേ നാമോച്ചാരണ മാഹാത്മ്യം ഹരേ പശ്യത പുത്രകാഹ. മഹാപാപിയായിരിക്കുന്ന രാമണൻ പോലും പരമഗതിയെ പ്രാപിക്കാൻ ഇടയായിരിക്കുന്നു. അതുകൊണ്ട് ശങ്കിക്കേണ്ടതില്ല. നാരായണ എന്നുള്ളതായ 4 അക്ഷരം നാവിലുണ്ടോ, എത്ര തന്നെ പാപമംഗലമായി ജീവിതം നയിച്ചത് ഒരാൾ തന്നെയായാലും എല്ലാ കർമ്മങ്ങൾക്കും പ്രായശ്ചിത്തമായി പരമഫലത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. തസ്മാൽ സങ്കീർത്തനം വിഷ്ണോഹോ ജഗന്മംഗളമംഹസാം. അതുകൊണ്ട് എല്ലാ മംഗളകർമ്മങ്ങളിലും വെച്ച് മംഗളകരമായിരിക്കുന്നതായ മാർഗം ഭഗവത് നാമ സങ്കീർത്തനമാണ്. ഭാഗവത വ്യാഖ്യാതാക്കളിൽ പ്രാതസ്മരണീയനായിരിക്കുന്നതായ ശ്രീധരാചാര്യ സ്വാമികൾ ശ്രീധര്യം ആരംഭിക്കുന്നതായ വേളയിൽ ആദ്യമേ അരുളി ചെയ്യുന്നു, എന്നാമകീർത്തനം ദാനതപോ യോഗാദി സൽഫലം. യാതൊരു തിരുനാമകീർത്തനം എന്നുള്ളത് അനവധി ജന്മങ്ങളിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരാൾക്ക് സാധ്യമായി തീരുന്നത് എന്ന്. എന്താണ് ശാസ്ത്രസാരം? ഭഗവത് നാമ സങ്കീർത്തനമാണ്. ആ ഭഗവത് നാമ സങ്കീർത്തനത്തിൽ ഉപരിയായിരിക്കുന്നതായ ഒരു മാർഗം വേറെയില്ല. ആ അജാമിളൻ ഇതാ പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. ആ അജാമിളൻ
ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ നേരിട്ട് കേൾക്കാൻ സാധിച്ചതായ ആ അജാമിളൻ ഹരിദ്വാരത്തിൽ ചെന്ന് ഹിമാലയ ഗംഗാതീരത്തിൽ നിന്നിരുന്ന് യക്ഷിയോട് നാമം ചോദിച്ച് പരമഗതിയെ പ്രാപിക്കാനും കൊണ്ട് ഇടയായിത്തീർന്നു. ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കുന്നതായ ഈ അജാമിള മോക്ഷത്തെ കുംഭസംഭവനായിരിക്കുന്നതായ അഗസ്ത്യ മഹർഷി മലയപർവ്വതത്തിലിരുന്ന് എപ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിഹാസമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ. അതീവ രഹസ്യമായിരിക്കുന്നതായ ഇതിഹാസത്തെ ഭഗവത് നാമത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് അതീവ രഹസ്യമായിട്ടുള്ളതാണ്. 12 സ്കന്ധങ്ങളും 324 അധ്യായങ്ങളും 16 ഗ്രന്ഥങ്ങളുമാകുന്ന കരചരണാദി അവയവ സ്വരൂപയുടെ ഇരിക്കുന്നതായ ശ്രീമദ് ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തെ ഭഗവാന്റെ ഹൃദയമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ദശമം തിരുമുഖമാണ്, ഏകാദശം ശിരസാണ്, ദ്വാദശം ബ്രഹ്മരന്ധ്രമാണ്. അതിൽ ഹൃദയത്തിലാണ്, ഷഷ്ഠസ്കന്ധത്തിലാണ് പോഷണഭക്തിയെ പറയുന്നതായ ആദ്യത്തെ പ്രകരണമായിട്ടാണ് അജാവള മോക്ഷത്തെ അങ്ങ് വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവത് നാമത്തിൻ്റെ മഹത്വമാണ് ഭാഗവത്തിൻ്റെ സാരമെന്ന് പറയുന്നത്. നാരായണാഖ്യൻ ചെപ്പിലും കണ്ടെത്തി പാരശര്യാചാര്യൻ ഭാഗവതം. നാരായണ എന്നുള്ളതായി 4 അക്ഷരത്തിൻ്റെ മഹിമയാണ് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അജയോട് മേളനം ചെയ്ത് കഴിയുന്നതായ പ്രാപഞ്ചി ജീവന്മാർക്ക്, മായാമോഹര ചിത്തന്മാരായി കഴിയുന്നതായ ജീവന്മാർക്ക് പരമഗതിയെ പ്രാപിക്കാൻ ഭഗവത് നാമ സങ്കീർത്തനമല്ലാതെ വേറൊന്നില്ല. ഇത് അതീവ രഹസ്യമാണ്. എല്ലാവരോടൊന്നും പറയാനിടയാവരുത്. ആരോട് പറയണം? ഇതിൽ വിശ്വാസമുള്ളതായ ആൾക്കാരോട് മാത്രമേ പറയാവൂ. നമ്മൾ ജ്ഞാനപ്പാന ചൊല്ലുന്നതായ സമയത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം. എന്തായി പിരിയാതെ ഇരിക്കണം എന്ന് പൂന്താനം പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു കുടം പാലിൽ ഒരു തിരി ഉപ്പ് പെട്ട് കഴിഞ്ഞാൽ അത് പിരുത്തു പോവും. അതുപോലെ നാമം ജപിക്കുന്നതിൻ്റെ മഹത്വം നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ നാമാവരാധനകൾ പറ്റാനിടയാവരുത്. ആ നാമാവരാധനങ്ങളിലെ ഒന്നാണ് അസതി നാമവൈഭവകത. ഒരു പ്രകാരത്തിലും വിശ്വാസമില്ലാത്തതായ ആൾക്കാരോട് ചെന്ന് ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ പറഞ്ഞ് പരിഹസിക്കാൻ ഇടയാക്കി തീർക്കാം. അതൊരിക്കലും പാടില്ല എന്ന് പറയാം. ചോറ് കൊടുക്കുകയാണെങ്കിൽ വിശക്കുന്ന ആൾക്ക് വേണം കൊടുക്കാനേക്കൊണ്ട്. ഭഗവത് നാമത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ വിശ്വാസികളായ ഭക്തന്മാരോട് വേണം അത് പറയാനേക്കൊണ്ട്. കാരണം ഇത് അതീവ രഹസ്യമാണ്. കോടാനുകോടി ജന്മങ്ങളിലെ സുഹൃതം ചെയ്തതായ ഒരാൾക്ക് മാത്രമേ ഈ സങ്കീർത്തന ഭക്തിയിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. ആത്മീയമായി ചരിക്കുന്നതായ ആൾക്കാർ അനവധി ഉണ്ടാവാം. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് നാമം മാത്രം ജപിച്ചാൽ മതി ദുർജയം സർവവും ചാമ്പലാവാൻ, പ്രേമം പൊട്ടിത്തഴയ്ക്കാൻ, പ്രണയരസികനാം കണ്ണനുള്ളിൽ വിളങ്ങാൻ എന്നറിഞ്ഞ് ആശ്രയിക്കാൻ സുഹൃതം ചെയ്തതായ ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ. അത് അതീവ ഗുഹ്യമാണ്, രഹസ്യമാണ്. അജാമള മോക്ഷത്തിലെ ഭാഗവത സാരത്തെ വ്യക്തമാക്കിക്കൊണ്ട് വ്യാസഭഗവാൻ ഉപദേശിക്കുകയാണ്. ഇതിലുപരിയായിരിക്കുന്ന ഒരു രാജധർമ്മം അത്ര പരമഹ. വേറെ വല്ല ധർമ്മമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല. വേറൊരു രാജധർമ്മം വേറെയില്ല. സകല ധർമ്മങ്ങളുടെയും മകുടമണിയായി ശോഭിക്കുന്നതായ രാജധർമ്മമാണ് ഭഗവത് നാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. സപ്താഹൈത്യത്തിലാണെങ്കിൽ 3-ാമത്തെ ദിവസമാണ് ഈ അജാമള മോക്ഷത്തെ അങ്ങ് വർണ്ണിക്കുന്നത്. തനുമാനസി എന്നതായ യോഗഭൂമിയെ വിസ്തരിക്കുന്നതാണ് 3-ാമത്തെ ദിവസ കഥകളെല്ലാം. ശ്രീമദ് ഭാഗവതം മാത്രമാണ് 7 ദിവസം സപ്താഹമായിട്ട് പാരായണം ചെയ്യാൻ വിധിച്ചിരിക്കുന്നത്. ഓരോ ദിവസ കഥകളും ഓരോ യോഗഭൂമിയെ വിസ്തരിക്കുന്നതാണെന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. 3-ാം ദിവസം തനുമാനസി എന്ന യോഗഭൂമിയാണ്. മനസ്സിനെ അത്യന്തം സൂക്ഷ്മമാക്കി തീർക്കാൻ, അന്തർമുഖമാക്കി തീർക്കാൻ എന്താണൊരു മാർഗം? ഭഗവത് നാമ സങ്കീർത്തനമാണ്. കുറേ കേട്ടത് കൊണ്ടായില്ല, പറഞ്ഞത് കൊണ്ടായില്ല, കീർത്തിക്കണം, നാമം നാവിൽ വരണം. ആ ഭഗവത് നാമത്തിൽ ശ്രദ്ധയും ഭക്തിയും അധികരിച്ചാൽ ആ ജീവന് രക്ഷപ്പെടാനെങ്കിലും സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നതായ ആ അജാവള മോക്ഷം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നാമം ജപിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പനും ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.